ഹലോ, നിങ്ങളെല്ലാവരും ഇന്നത്തെ ലൈവ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലൈവ് സെക്ഷന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുള്ളിക്കാരത്തി പോയി കരയണ ഒരു സിനാരിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് സെഷനെ പറ്റി സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് ലാലാണ് ഇതിനകത്ത് സൈക്കോ ആണെന്ന്. ബിക്കോസ് അല്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു. ലാല് സൈക്കോ ആണെന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. സത്യം പറഞ്ഞ താങ്ക് യു. സത്യം പറഞ്ഞാൽ അണ്ണ ലാലിനെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. പുള്ളി പ്രശ്നമാണ്. ഒന്നും പറയാനില്ല. നത്തിങ് ഡൂയിങ് എവരിത്തിങ് ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് കേൾക്കാൻ ഞങ്ങൾ വന്നിരിക്കണം? എനിക്ക് മടുത്തിട്ടാ വയ്യത്തണ്ട. വല്ലാത്ത ജാതി ഊക്കായിപ്പോയി ഇന്നത്തെ വിക്കോസ്. ഞാൻ തന്നെ എന്നെ പറയാ. ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ. എൻ്റെ ഗ്രൂപ്പ് ചെയ്ത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തോട്ടെ. സോറി. നിങ്ങൾക്ക് ജാസ്മിൻ കപ്പുറപ്പിച്ചു എന്നുള്ളതാണോ നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്? ഇന്നത്തെ പ്ലേ മുഴുക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ പെങ്കൊച്ചിനെയാണ്. അതുവല്ല ബോധമുണ്ടോ? ഇന്നത്തെ പ്ലേയിൽ ആ പെണ്ണ് കറക്റ്റ് പോയി കെണി ചാടിയിട്ടുണ്ട്. ബിഗ് ബോസിന് അതിൻ്റെ അവളുടെ നമ്പർ ഓഫ് പീപ്പിൾ 1 മില്യൺ പീപ്പിൾ ആണ് പുള്ളിക്കാരൻ നോക്കുന്നതെന്ന് തോന്നുന്നു. അതിനേക്കാൾ ഉപരി ഒരു പെൺകുട്ടിയുടെ അധപ്പതനത്തിന് വേണ്ടിയിട്ട് അവർ കോപ്പ് കൂട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംതിങ് വെരി ഫിഷി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെങ്കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔട്ട്സൈഡുള്ള ഒരു പ്രോബ്ലം ഇപ്പം അവൾക്ക് വിവാഹം തകരാറിലായി അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം, ഇതൊക്കെ നമ്മൾ കാണുന്ന സാധനം തന്നെയാണ്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്രശ്നമാണ് എന്നുള്ളത്. ഇതെന്തുവാ പാലുപ്പിയും കൊണ്ടുവന്നിരിക്കുന്നത്? സ്റ്റോക്കടങ്ങ് തീർന്നില്ലേ? അപ്പോൾ ഈ 101% പുറത്ത് പ്രശ്നം തന്നെയാണ്. അവക്കെതിരെ അത്രയധികം ഭയങ്കര സൈബർ ബുള്ളിയിങ്ങും അത്രയും പ്രോബ്ലവും ഇവിടെ നടക്കുന്നുണ്ട്. അതുമല്ല അഫ്സലിൻ്റെ അപ്പോഴപ്പോഴിടുന്ന സ്റ്റോറി കൊണ്ടുവന്ന് നമ്മുടെ കബീഷ് ഇരുന്നുകൊണ്ട് കൊണകൊണാണെന്ന് പറയുന്നുണ്ട്. ആകെ മൊത്തം എല്ലാവരും പ്രശ്നത്തിലാക്കി വെച്ചിരിക്കുന്ന ഒരു സീനിനെ അങ്ങനെയൊന്നും ഇല്ല. അത് സായി വെറുതെ പറഞ്ഞതാണെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ ആ പെങ്കൊച്ചിനെ ചതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? പെണ്ണ് വീണ്ടും ഏറിപ്പോവും. ഇന്നലെയും മെനങ്ങാന്നും ഒരു പരിമിതികൾ ഏർപ്പാടാക്കി രണ്ടുപേരും മാറിയിരിക്കുന്നുണ്ട്. ആയമ്മേ, എന്തിനാ ഇങ്ങനെ ചിലയ്ക്കുന്നേ? വായുള്ളതുകൊണ്ട് ചിലയ്ക്കുന്നത്. എന്തിനാ നീ ഇതൊന്ന് കേൾക്കുന്നേ? വാഴ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിക്കോസായി. അല്ല, നമ്മുടെ സായിയുടെ കേസാണോ? സായി ജെന്യൂനാണ്. സായിക്ക് ആ പെൺകുട്ടി നശിച്ചു പോകുന്നതിലൊരു ഭയവും വിഷമവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് അവളോട് ആ വിവരം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ അവൾക്കെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിവരം അവളൊന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എങ്ങനെയും ആ കുട്ടി ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മാറി ചിന്തിക്കുമല്ലോ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അത് വരുത്തുമല്ലോ എന്നുള്ളത്. ഒൺസ് ആ പെൺകുട്ടിക്ക് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറൂ. ഈ കാണിക്കുന്ന പേക്കൂത്തൊക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് എന്ന് അതിന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുകയാണ് സായി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സായി വാഴയല്ല, സായി ജെന്യൂനായിരുന്നു ആ ഒരു വിഷയത്തിൽ. അയാൾ പോയതേ അതിനാണെന്ന് തോന്നുന്നു. അവൻ്റെ ആ ഒരു സ്ട്രാറ്റജിയോ ഗെയിമോ ഒക്കെ അവൻ മറന്നിട്ട് അവൻ പോയതേ അതിനാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടും അവനാകെ പെട്ട് പോയതും വേസ്റ്റായി. നിൽക്കാനും പറ്റാത്ത ഒരു വല്ല. ലാൽ സാർ സായിയെ കൊണ്ട് ഗെയിമാണ് പറയിപ്പിച്ചു. കറക്റ്റ്. ബിഗ് ബോസ് ജാസ്മിനെ തേച്ചു. ഇനി ജാസ്മിൻ വിന്നർ ആകാനാണോ? ജാസ്മിൻ വിന്നർ ആകട്ടെ. എങ്ങനെ അത് പറയാ? ഒരാൾ ജയിക്കുക എന്ന് പറയുന്നത് ഷീസ് ഗെറ്റിംഗ് ദാറ്റ് ഗപ്പ്. അതാണോ ജയമോ നിങ്ങളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ മച്ച് അവൾ എത്രത്തോളം സ്പോയിലായി നിൽക്കുകയാണെന്നുള്ള ബോധമുണ്ട് നിങ്ങൾക്ക്? ഇനിയും കൂടുതൽ അവിടെ നിന്നാൽ ഈ ഒരു കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ പറയുന്നത് കളവാണ്, നിന്നെ തകർക്കാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കോംബോ ഇനി അവളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലെവലിലല്ല, തീർച്ചയായിട്ടും പ്രശ്നമാണ്. ജാസ്മിൻ പുറത്തു പോകണ്ട, അതെനിക്ക് സമാധാനമായി പോകത്തില്ല. പക്ഷേ
ഇന്നിപ്പം ബിഗ് ബോസ് അവളോട് കാണിച്ചിരിക്കുന്നത് അനീതിയാണ്. ഭയങ്കരമായ പ്രശ്നത്തിലേക്കാണ് ആ പെണ്ണെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ സായിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അവളെ ഇമോഷണലി ഡാമേജ് ചെയ്തു, നിങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ഇത് ആനെ കോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചേർന്നുണ്ട്. എന്നുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പോയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. കരയുമ്പോൾ ബിക്കോസ് പറയുന്നുണ്ട്, നിങ്ങളെ സമാധാനിപ്പിക്കാനല്ല ഇവിടെ ബാക്കിയുള്ളവർ വന്നത്, ഒരു ഗെയിമായിട്ട് എടുത്തിട്ട് മര്യാദയ്ക്ക് പോയി കളിക്ക് എന്ന് പറയുന്നിടം വരെ ബിഗ് ബോസ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കളിച്ച പ്ലേ എറ്റർ ഫ്ലോപ്പാണ്. മാത്രമല്ല ആ പെണ്ണിനെ വിറ്റ് ജീവിക്കുന്ന കണക്കാണ് കറക്റ്റ് പറഞ്ഞാൽ. ആ കുട്ടിയുടെ ലൈഫ് കംപ്ലീറ്റ് സ്പോയിലാക്കി. ഇപ്പോഴും അവൾക്കൊരു ചാൻസ് ഉണ്ട്, കാരണം ഇപ്പം അവൾ പോകുന്ന പാത കറക്റ്റായിരുന്നു. ഇനി അവൾ ഗെയിം കളിച്ചാൽ മതി, മെൻ്റൽ സ്ട്രെങ്ത് ആയിട്ട് ഗെയിം കളിച്ചാൽ മതി. ഇനിയും ആ വാഴച്ചോട്ടി പോയിരുന്ന ഗബ്രിയുമായിട്ട് കെട്ടിപ്പിടിക്കാനുള്ള പ്ലാനാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗബ്രിയോട് നീതികേട് കാണിച്ചു എന്ന് പറഞ്ഞ് പൂജയെ കൊണ്ട് അത് ചെയ്യിച്ചത് എനിക്കെന്തോ ഒരു പ്ലാനായിട്ട് തോന്നുന്നു. സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു പേടിയുണ്ട്. ഈ സ്ക്രിപ്റ്റിൽ ജാസ്മിൻ ഇല്ല. ജാസ്മിൻ അവിടെ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരെ കൊണ്ട് ആ കളി നടത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല, 24/7 കാണുന്നവർ പറയുക ഈ ഗബ്രിയോട് എന്തോ ഒരു ഇത് കാണിച്ചു എന്ന് പൂജയല്ലേ അക്സെപ്റ്റ് ചെയ്ത. ആ പെൺകുട്ടി രഹസ്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ജാസ്മിനുള്ള പണിയാണ് ബിഗ് ബോസ് പണിയുന്നത്. ഗപ്പ് കിട്ടിയിട്ട് കാര്യമില്ല. ഇനി അവൾ പോയി ഗബ്രിയോടൊപ്പം അത് കാണാൻ വയ്യാന്നേ, വയ്യാത്തോണ്ടാ, വയ്യ, ഉറക്കൊഴിക്കാൻ വയ്യ. രാത്രിയിലെ ലീലാവിലാസങ്ങളാണല്ലോ. ഇനി അവൾ സായിയെ ഭയപ്പെടത്തില്ല. പിന്നെ നമുക്കൊക്കെ സിബിനെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നത്തെ ഒരു ഇതിനകത്ത് ക്യൂരിയസ് ആയിട്ട് നോക്കിയ ഒരു കാര്യം, ഈ സാധാരണ സാറ്റർഡേ സൺഡേകളിൽ ഈ കുറച്ച് പാമ്പർ ചെയ്യാറുണ്ട് മോഹൻലാൽ ജാസ്മിനെ. അത് എക്സാക്ട്ലി മോഹൻലാൽ പാമ്പർ ചെയ്യുന്നത് ശ്രീരേഖയും പാമ്പർ ചെയ്യും. സെയിം തിങ് തന്നെയാണ് ജാസ്മിനോടും കാണിക്കുക. ഈ ഒരു പാമ്പറിങ് വീഴാത്ത ഒരു കിഡ് അവിടെ ഉള്ളത്, കിഡ് എന്ന് തന്നെ പറയാം, അത് നോറയാണ്. ബാക്കി എല്ലാണോ അയാളുടെ ഒരു പാമ്പറിങ് പോയി അങ്ങ് കമന്ന് വീഴാറുണ്ട്. ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നടുവിരൽ നമസ്കാരം മിസ്റ്റർ ലാൽ, യു ഹാവ് എ കിഡ്. നിനക്കും ഒരു മകളില്ലേടാ, എന്തുവായി കാണിച്ചേ നീ? അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് എന്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലും ഇനി നാളെ മുതൽ ഗബ്രിയുമായിട്ട് ജാസ്മിൻ ഇരിക്കുന്നത് കണ്ടാൽ ലാലെ നീ പ്രതീക്ഷ, നിന്നെ ഞാൻ ഏറി കയറ്റും, തർക്കമേ വേണ്ട. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ടുള്ള മോട്ടിവേഷനാണ് നക്കാളി മോനെ നീ ഇന്ന് കൊടുത്തത്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ലാൽ ഫാൻസ് വന്നാലും ഒരു മൈത്താണ്ടിയില്ല. ആ പെൺകുട്ടി ഇപ്പോൾ പോണത് കറക്റ്റ് പാതയിലാണ്. ഷിമയുടെ മിസ്റ്റേക്ക്, അതിൽ നിന്ന് അവൾ മോചനമായി, അവനെ മാറ്റി നിർത്തി, അവനത് റിയലൈസ് ചെയ്ത് മാറി നിന്നു. നൗ അവൾക്ക് കളിക്കാനുള്ള ആ ഒരു ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്താൽ ഷീസ് എ ഗുഡ് പ്ലെയർ, അതിൽ തർക്കമില്ല. പക്ഷേ ഇതൊക്കെ കളവാണ് എന്ന് നീ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ യു ജസ്റ്റ് ലൈക്ക് ആക്ടിങ് ആസ് എ പിംപ്. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. അത്രയ്ക്കുണ്ട്. വെറും വൃത്തികെട്ട ഒരു മനോഗതിയുള്ള ഒരുത്തന് മാത്രമേ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ഊക്കാൻ നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാൻ തോന്നുകയുള്ളൂ. ഇപ്പോഴും വരെ അവൾക്ക് പ്രശ്നമില്ലെന്നാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു പക്ഷെ പുറത്തേക്ക് വന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അവളെ കൊണ്ട് പറ്റും. ഷീ ഈസ് എ ഗുഡ് മാനിപ്പുലേറ്റർ. പക്ഷേ ഇനി അവൾ പോയി ഗബ്രിക്കൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഹലാസ്, അത്രയേ ഉള്ളൂ. കിട്ടുമായിരിക്കും, കപ്പൊക്കെ കിട്ടും, കപ്പ് കിട്ടും, പലതും കിട്ടുമായിരിക്കും. പക്ഷെ ആ പേര് അത് സ്റ്റിക്കായി പോകും. കാരണം ഇതുവരെ അവൾ സമ്മതിച്ചിട്ടില്ല. ഇന്നലെയൊക്കെ മുതൽ അവൾ ബ്രോ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷീ ചേഞ്ച്ഡ് ഹർ ഗെയിം പ്ലാൻ. അവൾ റോബിനെയും ദിൽഷയാണെന്ന് കോപ്പി അടിക്കാൻ നോക്കിയത്. റോബിന് 24 മണിക്കൂറും ദിൽഷയുടെ പിറകെ നടക്കും. അവസാനം ദിൽഷ അതിന് ഒരു ഇത് കൊടുക്കും. അവസാനം ദിൽഷ തേച്ചിട്ട് ആ കപ്പ് അതാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ സ്ട്രാറ്റജി തന്നെ വീണ്ടും റിപ്പീറ്റ് അവൾ ചെയ്യുകയാണെങ്കിൽ ദിൽഷ അനുഭവിക്കുന്ന അവൾ കാണുന്നില്ലേ പുറത്ത്? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതെന്ത് തേങ്ങ എവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ആനക്കൊട്ടയും തേങ്ങ നടക്കുന്നുണ്ട്. ഈ സീസൺ വെറും മൂള സീസണാണ് തീർച്ചയായിട്ടും. അതെ, അവൾ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ബിഗ് ബോസ് കറക്റ്റാണ്. ബിഗ് ബോസ് ചുമ്മാ അവൾക്ക് വിശ്വാസം കൊടുത്തു. അവളെ അതെ അവരുടെ കണ്ടന്റ് ആണെന്ന് തോന്നുന്നു. അവള് ജാസ്മിൻ അവരുടെ കണ്ടന്റ് ആണ്. അതും ഗബ്രിയുമായിട്ടുള്ള കോംബോ ആണ്. പരട്ടക്കിളവി. താങ്ക് യു. അയ്യോ അത് പറഞ്ഞപ്പോൾ ഇവിടെ നൊന്തു, ഭയങ്കരമായിട്ട് നൊന്ത്. അയ്യോ, മുഖമൊക്കെ ഉള്ള ഒരുത്തനാണ്. ശരിയാ, സമ്മതിച്ചു. സത്യമായിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ട് ഇനിയും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന കണക്ക് ഒരു വൃത്തികെട്ട ഗെയിം കളിപ്പിക്കാനാണ് ബിഗ് ബോസ് തയ്യാറാവുന്നത്. ഭയങ്കര ബോറിംഗ് പ്ലേ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ജാസ്മിനെ വെച്ച് ഏഷ്യാനെറ്റിനെ കുറേ ഊറ്റണം. അതാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മസ്റ്റ് ബി ഷുഡ് സ്റ്റോപ്പ്. ഷോ മുന്നോട്ട് പോകാൻ ജാസ്മിൻ്റെ ലൈഫ് ബിഗ് ബോസ് വിറ്റ് കാശാക്കുന്നു. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ പോയിന്റ്. ശിവപ്രസാദ് പറഞ്ഞതാണ് കറക്റ്റ്. ആ കുറ്റിനെ വിറ്റ് കാശാക്കുന്നു. ആ വീട്ടുകാരത് റിയലൈസ് ചെയ്യാത്തിടത്തോളം ദേ നീഡ് മണി ഓൺലി. കൂടുതൽ ആ പെങ്കൊച്ച് പുറത്തേക്ക് വരും. കൂടുതൽ വൈകൃതമായ അവളുടെ സ്വഭാവം പുറത്തേക്ക് ആളുകൾ കൊണ്ടുവന്നിടും.
എത്ര പേരുടെ കണ്ടന്റാണ് അവളെന്നറിയാമോ? അത് വേറൊരു കാര്യം. എനിക്ക് സായി പറഞ്ഞത് ഒരു തെറ്റും ചെയ്തതായി തോന്നില്ല. അല്ല, സായി മിസ്റ്റേക്കണല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. സായി ചിന്തിച്ച് കാണും. കറക്റ്റാണ്. അവൻ ഫ്രണ്ടും കൂടെയാണല്ലോ, അവൻ അങ്ങനെ ചിന്തിച്ച് കാണും. എനിക്കെന്തോ സായിയോട് സപ്പോർട്ടാണ് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ സായി കറക്റ്റാണ് ചെയ്തിരുന്നത്. ബിഗ് ബോസ് ഇതെന്തോ ഈ പറയണേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെന്തോ അത് കേട്ടിട്ട് സായി അവൾ നോക്കുന്ന ഒരു നോട്ടം കണ്ടോ? ആൻഡ് ദ സെയിം വേ സിബിനെ പിടിച്ചു നോക്കുന്നു. സിബിൻ ബെസ്റ്റ് പ്ലെയർ ആണ്. സിബിൻ വാസ് ടു ഗുഡ്. അവൻ്റെ പിന്നെ ഇതെല്ലാം കറക്റ്റാണ്. ഒരു പക്ഷേ സിബിൻ ഇത് ഓവർകം ചെയ്യൂ എന്നുള്ളതായിരിക്കും ഇവരുടെ വിശ്വാസം. സിബിനായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ആ പെൺകുട്ടിക്ക് ഷീസ് ഗോയിങ് ടു ലൂസ് ഹെർ ലൈഫ്. അത്രേ ഇതിനകത്തുള്ളൂ. പുറത്ത് നടക്കുന്നത് കൃത്യമായി പുറത്തുനിന്നുള്ളവർ വന്ന് പറഞ്ഞിട്ടും പൂജയാണെന്ന് തോന്നുന്നു അത് എടുത്തു പറയുന്നത്, നീ ഗബ്രിയെ തേച്ചു എന്ന് അത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സ്പീച്ച്ലെസ് ആയി ഇരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഭയങ്കര ഷോക്കഡാണ്. പക്ഷേ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും നോക്കാം. അവൾ ഇനിയും വിജിലൻ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഗബ്രിയെ അവൾ അവോയ്ഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് ദ പെർഫോമർ. അവൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൾ വീണ്ടും ഗബ്രിയുമായിട്ട് കയറി ഈ കളി കളിക്കാനിരുന്നാൽ പ്രശ്നമാണ്. അവർക്ക് DRP ആണ് മുഖ്യം. അവളുടെ ജീവിതം പോയാൽ ഏഷ്യാനെറ്റിന് എന്താ? അതാണ് കറക്റ്റ്. ബട്ട് മോഹൻലാൽ സപ്പോർട്ട് ചെയ്തപ്പോൾ അവൾ പിന്നെയും പഴയ പോലെ തന്നെയായി. എക്സാക്ട്ലി. അതിനി ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ പലരെയും കുറ്റം പറയുന്ന ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആരെന്ന് വെച്ചാൽ അത് ജാസ്മിൻ തന്നെയാണ്. അഹങ്കാരിയാന്ന് വെച്ചാൽ അത് ജാസ്മിൻ തന്നെയാണ്. മറ്റുള്ളവരുടെ തലയിൽ കയറുന്നാരെന്ന് വെച്ചാൽ അതും ജാസ്മിൻ തന്നെയാണ്. സോ ഓൾ ടോട്ടൽ അവൾ തന്നെയാണ് ആള്. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആൻഡ് മഞ്ഞക്കാട് കാണിക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ? എന്തിനാണ് മഞ്ഞക്കാട് കാണിക്കുന്നത്? എന്താ അയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പോൾ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനെ ഏഷ്യാനെറ്റ് പേടിക്കുന്നു. അതല്ലേ സത്യം? മോഹൻലാൽ പേടിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ സംഭവം? അതാണ് അതിൻ്റെ ശരിയായ നടപടി. അതാണ് കറക്റ്റായിട്ട് തോന്നുന്നത്. വെരി ഫണ്ണി. അത് സൊസൈറ്റിയെ പേടിയോ? കുറേ ഫെമിനിസ്റ്റുകളെ പേടിയോ? ആരെയാ നിങ്ങൾക്ക് പേടി? ഭയങ്കര ബോറിംഗ് ആണ്. എക്സ്ട്രീംലി ഞാൻ ഒരു രീതിയിൽ ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇന്ന് കണ്ടിട്ടുള്ളത്. സായിക്ക് വേറെ വഴിയില്ല. കറക്റ്റാണ്. വഴിയില്ലാതെ പറയേണ്ടി വന്നു. ഗെയിമാണെന്ന്. കറക്റ്റാണ്. ജാൻമണി നോറയെ തുപ്പിയത് കണ്ടോ ചേച്ചി? ഞാൻ കണ്ടിരുന്നു. എല്ലാവരും പറയുന്ന അതിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. എല്ലാവരും പറയുന്ന സിബിൻ ക്രൂവലാണെന്നോ? നോ പരദൂഷണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് ഗെയിമറാണ്. അത് സിബിനെ ടാർഗറ്റ്. നാളെ ഗബ്രിയെയും ജാസ്മിനോടും ചിലത് ചോദിക്കാനുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സായിയെ കൊണ്ട് പറയിച്ചത് കാര്യമാക്കേണ്ട. നാളെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ തീരുമാനമാകും. പ്രതീക്ഷിക്കാം. ഹോപ്പ്ഫുള്ളി നല്ലത് നടക്കട്ടെ അമ്മ. എനിക്കറിയില്ല. ബിഗ് ബോസ് പുറത്തു നിന്നും സായി വന്നു പറഞ്ഞു, വാണിംഗ് കൊടുത്തു, ബുദ്ധിയുണ്ടെങ്കിൽ ജാസ്മിൻ മനസ്സിലാകട്ടെ. കറക്റ്റാണ്. എന്താ കുട്ടിക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ശ്രീകുമാർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ, അവന് മഞ്ഞക്കാട് കാണിക്കണ എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നു. മഞ്ഞക്കാട് കാണിക്കേണ്ടത് ജാൻമണിക്കാണ്. ജാൻമണിയെ കൊണ്ട് അവിടെ പറയിച്ചു. ജാൻമണി സോറി പറഞ്ഞുടനെ തീർന്നോ? എനിക്കറിയില്ല. നോറ അതാ ഓക്കെ ആക്കിയോ എന്തോ. നോറ എന്തിനാ ഓക്കെ ആക്കുന്നേ? തുപ്പിയാ തിരിച്ച് തുപ്പണമടി. അതാണ് വേണ്ടത്. അവൾ തുപ്പിയെങ്കിൽ നീ അവളെ കണ്ട തിരിച്ച് അതേ നാണയത്തിൽ തുപ്പണം. എന്തിനാ ഈ കൾച്ചർ വെച്ചുകൊണ്ടിരിക്കുന്നേ? പരാതി ഒരു പരാതി പെട്ടിയായി മാറുകയാണ് നോറ. എന്തിനാ ഈ പരാതി? തിരിച്ച് തുപ്പി കൊടുക്കണം. എന്താ അവക്ക് മാത്രമേ തുപ്പ അറിയാവുള്ളൂ. ചിരിച്ച് ശപിച്ചു കൊടുക്കണം. എന്താ അവക്ക് മാത്രമേ ശപിക്കാൻ അറിയാവുള്ളൂ? ആരെപ്പ ഇവളെ കണ്ട് എന്താ എല്ലാവരും പേടിക്കുന്നേ? ഇയാൾക്ക് ഇത്ര പേടി? മഞ്ഞക്കാടൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഇവള് കുറച്ചുകൂടെ പൊങ്ങാണ്. എന്തിനാ ഈ മഞ്ഞക്കാട് കാണിക്കുന്നത്? പിന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു? എവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോയവരെന്തോ ആണെന്ന് നന്ദനെ ഒന്ന് കളിയാക്കുന്നത് കണ്ടു. അത് ഷീ ഡിസേർവ്ഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റോക്കിനോട് ലാലേട്ടന് തലയാഴ്ച പറഞ്ഞ് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണമെന്ന്. കറക്റ്റ്. പിറ്റേന്ന് അടിച്ചപ്പോൾ റോക്കിയെ പിടിച്ച് പുറത്താക്കി. അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പ്രൊവോക്ക് ചെയ്ത് വിടുന്നത്. ശ്രീകുമാർ പറഞ്ഞത് സത്യമാണ്, കാര്യമാണ്. കുറച്ച് ഫെമിനിസ്റ്റുകളെ പറഞ്ഞ തിരിച്ചു തുപ്പാത്തത് അവളുടെ മാന്യത. അത് കറക്റ്റ്. തിരിച്ചു തുപ്പാത്തത് മാന്യത. പക്ഷെ ഒരിക്കലും അത് തിരിച്ചു കിട്ടിയാലേ അത് പഠിക്കുകയുള്ളൂ. തിരിച്ച് അതേ നാണയത്തിൽ കൊടുത്താലേ അവൾ പഠിക്കുകയുള്ളൂ, അല്ലാതെ ചെയ്യത്തില്ല. ബട്ട് ജാൻമണി മിസ്റ്റേക്ക് അവളുടെ റിയൽ ലൈഫ് ക്യാരക്ടർ ബിഗ് ബോസിൽ കൊണ്ടുവന്നു. ഈവൻ സായി പറഞ്ഞു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ്. അത് കറക്റ്റാണ്. അത് കറക്റ്റ് പോയിന്റാണ്. അവൻ മലയാളം അരിഞ്ഞൂരാത്ത സായി പറഞ്ഞ കറക്റ്റ്. അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഷോ കണ്ടോ? പട്ടി ഷോ. വേറെ ആരും കുടിച്ചപ്പോഴത്തേക്ക് ആർക്കും ഛർദ്ദിക്കേണ്ട. മാഡത്തിന് ഉടനെ ഛർദ്ദിക്കാനായിട്ട് ഒരു ഓട്ടം. അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളൊരു ട്രാപ്പിലാണ്. ഇറ്റ്സ് എ വെരി ബിഗ് ട്രാപ്പ്. അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ആ ട്രാപ്പിലാണ്. ലെറ്റ് ഹെർ ബി, ഐ ഡോണ്ട് കെയർ. ബട്ട് എനിക്ക് കണ്ടപ്പോൾ ഒരു ചെറിയ ഇത് തോന്നി, വൈക്ലഭ്യം.
മൈക്കിളാഞ്ചി മോളെ നീ പെട്ടിട്ടാ ഉള്ളത്, ഇവൻ വൃത്തികെട്ടവൻ നിന്നെ പെടുത്തിയിട്ടാ ഉള്ളത്, അത് അതിനറിയത്തില്ല. ചാനൽ ആ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആണ്, അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ചാനലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ളവരിന്ന് കാണട്ടെ. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ അഭിഷേകം അവിടെ വേണമെന്നല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ ഈ കമ്മ്യൂണിറ്റി എതിർക്കുന്ന ആളല്ല, സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ അഭിഷേകിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? അയാൾ മറ്റൊരു വിഭാഗത്തിന്റെ വക്താവാണ്. അയാൾക്ക് അവിടെ ഒരുപാട് കാര്യം പറയാനുണ്ട്. അയാൾക്ക് സ്പേസ് കൊടുക്കണം. എന്താണ് മറ്റുള്ളവർക്ക് പറയാനുള്ളതെന്ന് അയാൾ പറയട്ടെന്നേ. എന്തിനാ അയാളെ പേടിക്കണേ? പേടിയാണോ? എന്തിനാ പേടിക്കുന്നേ? അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെന്നേ. വേണമെങ്കിൽ കേക്ക്, വേണ്ടെങ്കിൽ കേൾക്കണ്ട. അതും പബ്ലിക് ഒപ്പീനിയൻ തന്നെയാണ്. അല്ലാതെ ഈ ട്രാൻസ് വിഭാഗം മാത്രമല്ല ഈ സുന കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് വിഭാഗത്തിന്റെ യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് വാല്യൂ, മില്യൺ വാല്യൂ ഒക്കെ കണ്ടിട്ട് അതിനെയാണോ ബൂസ്റ്റപ്പ് ചെയ്യണത്? ഇതിലും ഭേദം കുറെ തീട്ടന്മാർ തിന്നാൻ പറ ബിഗ് ബോസിന്റെ അടുത്ത്. സത്യമായിട്ടും ജാസ്മിൻ എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും അവൻ വിടില്ല. അയ്യോ, ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ? അവന് നക്കാനും മുത്താനും മണപ്പിക്കാനും ഒക്കെ കൊടുക്കുമ്പോൾ ഓർക്കണ്ടേ? എന്നെ മണപ്പി നോക്കടാന്ന് പറഞ്ഞ് മണപ്പിക്കാൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഓർക്കണ്ടേ? പയ്യൻ വിടത്തില്ല തന്നെ. അത് അവന്മാരുടെ ബേസിക് നേച്ചറാണ്. ഇയാൾ ബിഗ് ബോസിൽ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സപ്പോർട്ട് ചെയ്യുന്നവരെ ഭാവിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഭാവിക്കാണ് എന്നാണ്. ജിൻഡോയെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താ? മണ്ടനാണ് എന്ന് അയാൾ വരുത്തി തീർക്കുന്ന അയാൾ വെറും ക്രൂക്കഡാണ്. ജാൻമണി എവിക്റ്റായി എന്ന് കേൾക്കുന്നു. നല്ല കാര്യം. ജാൻമണി കാണിക്കുന്നതിൽ BB ഉള്ളവർക്ക് പങ്കുണ്ട്. കറക്റ്റ്. ആരും ഒന്നും പറയില്ല, ശിക്ഷയുമില്ല, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഇന്ന് ഒരു സാധനം കൊടുത്തപ്പോൾ അത് കുടിക്കില്ല എന്ന് പറഞ്ഞത് ആ ധാഷ്ട്യത്തിലാണ്. പക്ഷെ അത് അയാളെ കുടിപ്പിച്ചു. അതൊരു ചെറിയ കാര്യമല്ല, അത് കൊള്ളാം. സംഘടിതമായി ഭീഷണിപ്പെടുത്തിയാൽ ചാനൽ ഏഷ്യാനെറ്റ് ഷോയും പേടിക്കും എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. കറക്റ്റാണ്, അതാണ് സത്യം. ഗബ്രി മരുന്ന് കൊടുത്തപ്പോൾ ജാസ്മിൻ്റെ ഫേസ് കണ്ടിരുന്നോ? എക്സാക്ട്ലി, അത് ഞാൻ നോട്ട് ചെയ്തു. അതായത് അതുവരെ ഈ ഇന്നലെയൊക്കെ ഇരുന്ന ആ മൈൻഡ് സെറ്റിലായിരുന്നു അവളുടെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷനും വരത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവരാണ്. എന്ത് കൂട്ടിക്കൊടുപ്പാണ് നടത്തുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ജാസ്മിൻ ചെയ്ത് കൂട്ടിയതിൻ്റെ കൂലിയല്ലേ ഇതൊക്കെ? എന്ത് തന്നെ കൂട്ടിയല്ലേ? ഒരു മിസ്റ്റേക്ക് ഒരാൾക്ക് പറ്റി. സോ ഇഫ് അവർക്കൊരു സമയം കൊടുക്കുകയാണെങ്കിൽ, അത് മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടെ സപ്പോർട്ട് ചെയ്തുകൂടാ. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പറയണേ, ഈ പെങ്കുച്ച് എന്തോ പുലിവാല് പിടിക്കാനാണ് നിൽക്കുന്നത്. എന്ത് നടക്കുമെന്ന് കണ്ടറിയണം. ജാസ്മിൻ ജബ്രി കളി നടക്കും മിക്കവാറും. അത് തന്നെ, അതാണ് നടക്കാൻ പോണത്. ഈ ബിഗ് ബോസ് ആ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്നത്. ഇത്രയധികം വെളിയിൽ അവളെ ഏറിലാണ് അവളുള്ളത്. അവളുടെ പേരൻസിന്റെ ഫേസിൽ നിന്ന് അവൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പോഴും മോഹൻലാൽ വന്ന് പറയണത് വിശ്വസിക്കുന്ന പൊട്ടത്തി എന്തോ ചെയ്യാനാ? ജാസ്മിൻ ഓവർ ആക്ടിങ് ആണ്. എന്താണ് അഭിപ്രായം? കറക്റ്റാണ്, ഭയങ്കര വൾഗറാണ്. അയ്യോ, നമ്മുടെ പിന്നെ ഉൾപ്പുളക അമ്മച്ചി അങ്ങ് കിടന്ന് ഉൾപ്പുളയിക്കുന്നുണ്ട് ശ്രീരേഖ. ഓ, താങ്ക് യു. ചേച്ചിക്ക് ബിഗ് ബോസ് വൈൽഡ് കാർഡ് കിട്ടിയാൽ ചേച്ചി പോകുമോ? ഇല്ല. ജാസ്മിൻ നല്ല ബുദ്ധിയില്ല, അതാ പ്രശ്നം. അതാണ് കറക്റ്റ്. ചെറുക്കനല്ല വിടാത്തെ, ജാസ്മിനാണ് അവനെ വിടാത്തെ. അവൾ ഇപ്പോൾ ഐ ലവ് യു പറഞ്ഞു, ലവ് കൺഫേസ് ചെയ്തു. അഫ്സൽ പോയെന്ന് അറിഞ്ഞപ്പോൾ ഗബ്രീനെ പിടിച്ച്. അല്ലല്ല, അതൊന്നും ആയിട്ടില്ല, അതുവരെയൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അർജുൻ ശ്രീധുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അർജുൻ ശ്രീധു കോംബോ ഒന്ന് കൊണ്ടുവരാനായിട്ട് അർജുന് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അർജുൻ അതനുസരിച്ച് ശ്രീധുവിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്തു. പക്ഷെ ശ്രീധു അടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി അവിടെ ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ കൂടുതൽ ആളുകൾ അത് കാണുള്ളൂ. പ്രത്യേകിച്ച് പാതിരാത്രി ആരെങ്കിലും കാണണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് അർജുൻ ശ്രീധുവിനെ കൊണ്ടുവന്നത്. പക്ഷെ അത് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് സൈക്കോ വിക്കോസ് ഈ പെങ്കൊച്ചിനെ തന്നെ വീണ്ടും നേർച്ചക്കോഴി ആക്കുകയാണ്. ഷീസ് എ നേർച്ചക്കോഴി. ഇപ്പോഴും കംബോയെ കുറിച്ച് മറ്റു മത്സരാർത്ഥിയെ പറഞ്ഞപ്പോൾ ജാസ്മിന്റെ പേടിച്ച മുഖമുണ്ടായിരുന്നു. നിങ്ങൾ 2 ദിവസം ചലഞ്ചറായി. ഹായ് ഷെഫീന സിസ്റ്റർ. ഹായ് ബൈജു. ചേച്ചി ആരുടെ ഫാനാണ്? ഞാൻ എൻ്റെ ഫാനാണ് മോളെ. ജാസ്മി ഗബ്രി ലൈഫ് ഫസ്റ്റ് മിസ്റ്റേക്ക് അല്ല, ഗബ്രി വൺ ഓഫ് ഹെർ മെനി മിസ്റ്റേക്ക്. കറക്റ്റ് ആണ്. പുറത്ത് തേക്കും പോലെ തേക്കാണ് കപ്പ് കിട്ടിയ ശേഷം. എക്സാക്ട്ലി. അവൾ നന്നാവാൻ തീരുമാനിച്ചതാണ്. അവർ സമ്മതിക്കില്ല. ദേ വാണ്ട് ടു മേക്ക് ഹെർ മോർ നെഗറ്റീവ്. റസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് സോ ബാഡ്. കറക്റ്റ്. എനിക്ക് വേറെ ആരുമില്ല. ഗബ്രി എൻ്റെ വീട്ടിൽ പോകില്ല, എന്നെ വിട്ടു പോകല്ലേ. പറഞ്ഞത് കേട്ടില്ല. ഐ ലവ് യു പറഞ്ഞ നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഐ ലവ് യു പറഞ്ഞല്ലോ, പിന്നെന്തോണം അത്രയാണ്. പ്രോബബ്ലി ഷീ വാണ്ട്സ് ഹേർ
ഫോർ ദ ഗെയിം. കറക്റ്റാണ്. അല്ല, അവൾ ശരിക്കും പറഞ്ഞാൽ റോബിൻ്റെ ഒരു ഇമിറ്റേഷനാണ്, റോബിൻ ദിൽഷയുടെ ഇമിറ്റേഷനാണ് അവൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കളി കാര്യമായി, ഇനി വീണ്ടും അതിലേക്ക് തന്നെ വരും. ഈവനിങ് ജാസ്മിൻ മോങ്ങുന്നത് കണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ്? ആ ഈവനിങ് മോങ്ങുന്നതിൽ ജാസ്മിൻ്റെ ഭാഗത്തല്ല തെറ്റ്, അവൻ്റെ ഭാഗത്തും തെറ്റില്ല. അതൊരു സ്ട്രാറ്റജിയാണ്. നാളിതുവരെ അവൾ ചെയ്ത സ്ട്രാറ്റജി അവക്കിട്ട് തിരിച്ച് ചെയ്യുമ്പോൾ മോങ്ങിയിട്ട് എന്ത് കാര്യം? അവളിങ്ങനെയാണ് മറ്റുള്ളവരെ മെൻ്റൽ ഗെയിം കളിക്കുന്നത്. ബാക്കിയുള്ളവരെ ഈ രീതിയിലാണ് അവൾ അറ്റാക്ക് ചെയ്യണത്. അവൾ ഇത്രത്തോളം കരയിപ്പിച്ച ഒരു വ്യക്തി അതിനകത്തില്ലേ നോറ? എന്തുമാത്രം കരയിച്ചു ആ കൊച്ചിനെ, എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തു. പേഴ്സണൽ ഗഡ്ജ് ഇത് തന്നെ പറച്ചിലായിരുന്നല്ലോ. ഇപ്പം എന്താ നോറയ്ക്ക് വേണ്ടിയിട്ട് ചാന്ന് നിൽക്കുന്നത്? അപ്പം നോറയ്ക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നോറ ഹാപ്പിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. വന്ന 6 പേര് നോറയെ തൂക്കി തലയെ വെക്കുന്നത് കാണുന്നുണ്ട് അവൾ. അപ്പം നോറയ്ക്ക് സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നു. നോറ അടുക്കുന്നില്ല, എന്നാൽ പോലും ഫേക്ക് ലവ് സ്റ്റോറി സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ പറഞ്ഞാൽ മതി. കറക്റ്റ്. ഹഫ്ന ഹാദിയ, ഇവർ ഹായ് തരുമോ? ഹായ്. ഐ വിൽ ഫിനിഷ് ഹെർ ലൈഫ്. മഞ്ഞക്കാട് അവക്കല്ലേ കാണിക്കേണ്ടിയിരുന്നത്? ഷീ ഈസ് ഗോയിങ് ടു ഫിനിഷ് എനി വൺസ് ലൈഫ്? ഹൗ ക്യാൻ? എങ്ങനെ? ചുമ്മാ ഇരിക്കുകയാണോ നാട്ടുകാർ? ഇവളങ്ങ് ഫിനിഷ് ചെയ്യാനായിട്ട് ചെന്ന് കയറി കൊടുത്ത. സിബിനെ ടാർഗറ്റ് ചെയ്തു. സിബിനെ ടാർഗറ്റ് ചെയ്തിട്ട് പ്രയോജനമില്ല. ഹീ ഈസ് എ ഗുഡ് പ്ലെയർ, അവനത് ഓവർകം ചെയ്യും. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് വറീഡ് ആകണ്ട. സിബിൻ ഞാനത് ശരിക്കും അത് നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവൻ തളർന്നതായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഒന്നുമില്ല, അവനത് ഫേസ് ചെയ്യും. ഹീ വിൽ ഓവർകം ഇറ്റ് വെരി നൈസ് മാനർ. അവൻ പുറത്തുള്ള വിഷയങ്ങളെ എടുക്കേയില്ല. അവൻ അല്ലാതെ തന്നെ അത് ആ ഗെയിം സ്ട്രാറ്റജി അവൻ കീപ്പ് ചെയ്യും. അത് കീപ്പ് ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അവനെ കൊണ്ട് സാധിച്ചില്ലേ ഒരു പറ്റം ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ? അതാരെ കൊണ്ട് പറ്റി എവിടെ? അതിനുശേഷം ഗബ്രിയെയും ജാസ്മിനെയും ചേർത്ത് പറയും. പുറത്തേക്ക് ജാസ്മിന് പോകുന്ന ഇമ്പാക്റ്റ് അത് കൃത്യമായിട്ടുണ്ട്. നന്ദന വായ്പൂട്ടി ഇരുന്ന രക്ഷപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ വീണ്ടും പെടും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. ഇനി ജാസ്മിൻ ഇത് എവിക്ഷനിൽ വന്നാലും ബിഗ് ബോസ് അവളെ സേവ് ചെയ്യും. ബിക്കോസ് അവളാണ് അവരുടെ കണ്ടന്റ്. അലറൽ റോബിനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരല്ലേ. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം? ഈ സീസണിൽ ആരാ വിൻ ചെയ്യുക ചേച്ചി? നോ ഐഡിയ. അർജുൻ എന്താണ് ഇത്ത ഫാൻസ്? വേറൊരു കാര്യമുണ്ട്, ജാസ്മിനൊക്കെ ആയിരിക്കും കപ്പ് കൊടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ ഗെയിം സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജാസ്മിനെക്കാട്ടിയും ഏബിളായ 2 പേര് അതിനകത്തുണ്ട്. ഒന്ന് അപ്സര, ഒന്ന് പിന്നെ സിബിൻ സൂപ്പറാണ്. അപ്സര കുറച്ചൊക്കെ കയറി വരുന്നുണ്ട്. ജിൻഡോയും ചാൻസസ് ആണ് 5ൽ വരാൻ ചാൻസ് ഉള്ളത് ജിൻഡോയാണ്. പക്ഷേ എനിക്കറിയില്ല, ജിൻഡോ മിസ്ബിഹേവ് ചെയ്യുന്നത്, സെക്ഷുവലി അയാൾക്കെതിരെ കുറേ കുറ്റങ്ങൾ വരുന്നത് കൊണ്ട് മേ ബി അയാൾ പുറത്താകാനാണ് ചാൻസ്. സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ അവൾ അത് ചെയ്തു കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഈ അഫ്കോഴ്സ് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ റിവീൽ ആവുമല്ലോ. അത് ശരിയായൊരു പരിപാടിയല്ല. വാഴസായിയെ ഒന്നും പറയാനില്ല കേട്ടോ. വാഴസായിയെ കൊണ്ട് ഒന്നും വയ്യ. ആദ്യം അഭിഷേകിനെയാണ് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. അഭിഷേകിനെയാണ് ആദ്യം അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. കെ എന്ന് പറയുന്നത് കുണ്ടനാണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ലയോ എന്നങ്ങ് പറഞ്ഞാൽ പോരെ. യെസ്, ഐ ആം ഡൂയിങ് ദാറ്റ്. ഈ ഒരു വിഷയം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഹാബിറ്റ് അതാണ്. സോ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം? അതിലെന്താ പ്രസ്റ്റീജ് കുറവുണ്ടോ? നിങ്ങളല്ലേ നിങ്ങൾക്കിടയിൽ ഈ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടത്. നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സാധനമാണെങ്കിൽ ടെൽ ദ പബ്ലിക്. കുഴപ്പമെന്താ? അവരറിയട്ടെ, അവർ പറഞ്ഞോണ്ട് പോട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു നെർവസ് ആവുക, പെട്ടെന്ന് ഇടിഞ്ഞു താന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പം അതൊരു മിസ്റ്റേക്കാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടല്ലേ. അപ്പോൾ അതിനകത്ത് ആരാ കുറ്റക്കാർ? അത് അഭിഷേക് കെ തന്നെയാണ്, അല്ലാതെ ഈ അഭിഷേകല്ല. എല്ലാവരുടെ ചേർന്ന് അയാളെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് മാത്രം അയാൾ കുഴപ്പക്കാരനാണെന്ന് വശവുമില്ല. ഇപ്പോഴും യാഥാസ്ഥിതികരായ മനുഷ്യർക്ക് ഈ പറയുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ ഈ വിഭാഗക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്കുള്ള അക്സെപ്റ്റൻസ് കൂടെ പൊതുസമൂഹത്തിൽ നഷ്ടപ്പെടും. കാരണം ജാൻമണി അവർ സേവ് ചെയ്യുന്ന വിധം കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പും അറപ്പും തോന്നുന്നു എന്നുള്ളതാണ് വസ്തുത. ചേച്ചി, സായി എണ്ണൻ മൈൻഡ് ഗെയിം കളിക്കുന്നതെന്നാ തോന്നുന്നു. ഒരു കുന്തോ ഇല്ലെന്നേ. അവൻ ചെന്നത് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് കാര്യം പറയാനാണ്. മൈൻഡ് ഗെയിം. പിന്നെ ഇനി ഇതിനകത്തില്ലാത്തൊരു കോക്കനട്ട് ഗെയിം ആകുമ്പോൾ ഞാൻ ബ്ലാസ്റ്റ് ചെയ്യുന്നു. എന്തോന്ന് ബ്ലാസ്റ്റ്? എന്തോന്ന് ഇവൻ ബോംബാ? ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നേ. ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നേ? അഭിഷേക് ശ്രീകുമാറിനെ പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. അഫ്കോഴ്സ് എനിക്ക് അവനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. അത് ആ ബോധമില്ലായ്മ അയാളെ കൊണ്ടത് പറയിച്ചതാണ്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ജാസ്മിനെ പറ്റിച്ച് വിട്ടിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. സായിക്ക് ഒരു ബിഗ് ബോസ് കാറിനുള്ളിൽ കൊടുത്തെങ്കിൽ ഗെയിം ഓൺ ആകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇനിയിപ്പം അടുത്ത് ഒരു സൂചന കൊടുത്തിട്ടുണ്ടോ നീ ബ്ലാസ്റ്റ് ചെയ്യേണ്ട അവസരമാണെന്ന്. അല്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് ഞാൻ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മോഹൻലാൽ അത് വിലക്കുന്നില്ല? ബ്ലാസ്റ്റിംഗ് ആണോ ആ ഗെയിമിൻ്റെ ഉദ്ദേശം? പൊട്ടിത്തെറിക്കുക, തെറി വിളിക്കുക, ഒച്ചയിടുക, അടി കൂടുക, അതാണോ ബിഗ് ബോസ്?
അതാണോ നിങ്ങൾ ബിഗ് ബോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പറ്റം ആൾക്കാർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും ഇല്ലാതെ ഒരു രീതിയിലും അവർക്ക് സേഫ് അല്ലാത്തൊരു സോണിൽ പെട്ടുപോകുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എന്താണെന്ന് പുറം ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതല്ലേ കാണേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നേ കാണുന്നത്. സായി വെറും അണ്ടി ഗെയിം കളിക്കുന്നു, അത്രയേ ഉള്ളൂ. ജാക്സൺ സൂപ്പർ. എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ ടോപ്പ് 3 വരെ എങ്കിലും പോകും. ബിഗ് ബോസിൽ എല്ലാവരും കൂടുതൽ ഫാൻസ് അർജുനാണ്. അവൻ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. പൊന്നുമാഷേ, സായിക്ക് കരയിൽ ഇരുന്ന് നീന്തൽ പഠിക്കാനേ അറിയൂ, വെള്ളത്തിലിറങ്ങി ശ്വാസം മുട്ടി ചാകുമെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ജാസ്മിനെ കപ്പ് കൊടുക്കും, അത് എനിക്കും തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പം അമ്മയ്ക്ക് ഏകദേശം മനസ്സിലായില്ലേ ജാസ്മിന് ബിഗ് ബോസ് കപ്പ് കൊടുക്കാൻ നിൽക്കുകയാണെന്ന്? ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ, ഇപ്പം മനസ്സിലായി. കപ്പ വെക്കാം, പക്ഷെ അപ്പോഴേക്കും പെണ്ണിന് ഒരുപാട് നഷ്ടം വരും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ മാനേജറാണ്. KD ജാഫറിൻ്റെ മോക്ക് എന്ത് നാണം, എന്ത് മാനം, കലബലാതി. അർജുൻ വെറും വാഴ ഗെയിമാണ്. അതിനകത്ത് പിന്നെ ഋഷി അത് ഭയങ്കര മോശമായിട്ടുണ്ട്. ശ്രീരേഖ നേരത്തെ ആർക്കൊപ്പമോ ഇരുന്നുണ്ടായിരുന്നു, നന്ദനയ്ക്കൊപ്പമാണോ അല്ല, നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ആങ്കർ എന്താണ് ആ കുട്ടിയുടെ പേര്, പൂജയ്ക്കൊപ്പം വരുന്നുകൊണ്ട് ജാസ്മിനെ പറ്റി പറഞ്ഞത് കൃത്യമായി അനലൈസ് ചെയ്ത് പറഞ്ഞു. ഇന്ന് പറഞ്ഞതും കറക്റ്റായിരുന്നു, ഇന്ന് അവരുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ആ പൈങ്കിളി ആ സാധനം ഉണ്ട്, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. ലെറ്റ് ഹെർ ബി ലൈക്ക് ദാറ്റ്. അർജുൻ പിന്നെന്താ, നോറ സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോറ പോയിൻ്റാണ് കറക്റ്റായിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സായിയുടെ അടുത്ത് ഇത് ഗെയിം അല്ലേന്ന് ചോദിക്കുമ്പോൾ സായി തല ഉലുക്കി കൊടുക്കുന്നു. അവിടെ പോയത് അതിനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുലുക്കരുതായിരുന്നടാ അതല്ല. ഇതിപ്പം എന്തരാവുന്ന എന്തോ. എന്തായാലും ഇപ്പം അവർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ആ ഒരു വിഷയം സംസാരിക്കാനേ പറ്റുന്നില്ല കേട്ടോ, സീരിയസ്ലി. ചേച്ചി, ഈ കബീഷ് ഇത്ര നിലപാടില്ലാത്തവനാണോ? ആദ്യം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു, പിന്നെ അവൾക്ക് എഗൻസ്റ്റ് വീഡിയോ ഇട്ടു, ഇപ്പോൾ വീണ്ടും അവളെ വൈറ്റ് വാഷ് ചെയ്തു വീഡിയോ ഇടുന്നു. ഇങ്ങനെ ഒരു ഭൂലോക വാഴ. അതെന്താണെന്നറിയാമോ? ആദ്യത്തെ ഗഡു അടച്ചിട്ടാണ് അവൾ അകത്തേക്ക് പോയത്. രണ്ടാമത്തെ ഗഡു പിന്നെ വേറെ ആരോ കൊടുത്തു, അപ്പം അതിനനുസരിച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്തു. മൂന്നാമത്തെ ഗഡു ഇപ്പം KD ജാഫർ കൊടുത്തു, അപ്പോൾ വീണ്ടും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് മണി ടോക്സ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അവനെന്ത് നിലപാട്, അവനെന്ത് നിലവാരം. ഓൺലി മണി മാറ്റേഴ്സ്. മണിക്ക് വേണ്ടിയിട്ടാണ് കബീഷ്. പിന്നെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ സീക്രട്ടിന് ഒരിക്കലും പറയാൻ പറ്റില്ല, ശരിയായിരിക്കും. റിയലായി പറഞ്ഞു എന്ന്. ഗെയിം പ്ലാൻ എന്ന് പറയാൻ ഒരു ഓപ്ഷൻ മാത്രമുള്ളൂ, ശരിയാണ്. അതിനെ പൊക്കിപ്പിടിച്ച് കുറയണം. മാരക ഗെയിം പ്ലാൻ. സായി നെക്സ്റ്റ് വീക്ക് കയറി വരുമെന്ന് നോക്കാം. കറക്റ്റ്. ദിൽഷയെ സപ്പോർട്ട് ചെയ്ത പലരെയും ഇപ്പോൾ ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫീലിംഗ് പുച്ഛം. ഇമോഷണലി നിന്നെ തകർക്കാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് റോക്കിയോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സിബിനെ കുറ്റം പറഞ്ഞു BBയുടെ മുന്നിലിരുന്നു. കറക്റ്റാണ്, കറക്റ്റ്. അത് ഞാൻ നോട്ട് ചെയ്ത പോയിന്റാണ്. നിലവിളിക്കുന്നത് എന്തിനാണ്? ഈ പോയിന്റിനാണ് ഞാൻ ആദ്യം പറയാൻ പോയത്. എനിക്ക് ഒരാളെ ഇമോഷണലി തകർക്കാൻ എനിക്കൊരു മിനിറ്റ് മതിയെന്ന് പറഞ്ഞ് ആക്രോശിച്ച് ആക്രാന്തം പിടിച്ച് നടന്നോളൂ. അവിടെ പോയിരുന്ന് മോങ്ങണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്തിനാടി മോങ്ങുന്നേ? കപ്പ് ജാസ്മിന് കൊടുക്കൂല, അതെന്താ? ബിഗ് ബോസ് അവസാനം ജാസ്മിനെ പണി കൊടുക്കും. ചിലപ്പോൾ 2 ലേഡീസ് ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട്. നോറയ്ക്ക് ടോപ്പ് 5 അറിയിക്കുന്നു. നോറ ടോപ്പ് 5 എത്താൻ ചാൻസ് കുറവാണ്. പരാതിപ്പെട്ടിയായിട്ടാണ്. ഷുഡ് ആക്ട് പ്രോപ്പർലി, അല്ലെങ്കിൽ പരാതിപ്പെട്ടിയായിട്ട് അവൾ ഇതായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോട്ട് ഓഫ് ഫ്രീഡം ടു എക്സ്പ്രസ് അറ്റ് ദിസ് ചാനൽ. താങ്ക് യു. ജാസ്മിൻ, സിബിൻ ഈസ് മൈൻഡ് ഗെയിമർ. അല്ല, സിബിൻ മൈൻഡ് ഗെയിമർ അല്ല, സിബിൻ സ്മാർട്ട് ഗെയിമറാണ്. സ്മാർട്ടാണ്. അവൾ ചോദിച്ചതിനൊക്കെ നെറ്റ് എഴുതി തിരിച്ചു കൊടുക്കുന്ന കേട്ടില്ലേ? കറക്റ്റ് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ ലവ്, ഓക്കെ, നല്ലത്. അഫ്സൽ ഇന്ന് എഗെയിൻ പോസ്റ്റ് ഇട്ടു. ആണോ? ഞാൻ കണ്ടില്ല. ആരെങ്കിലും എനിക്കതൊന്ന് വാട്സപ്പിൽ കൊണ്ട് തരണേ. എന്ന് കാണാനെ കൊണ്ടാണ്, കൊതി കൊണ്ടാണ്. അവൻ ഓക്കെ ആക്കി കാണും, അവനെ ഓക്കെ ആക്കി കാണും. KD ജാഫർ നേരിട്ട് പോയി കണ്ടു കാണും. നോറ ഈസ് വെരി മച്ച് അണ്ടർ റേറ്റഡ്. കറക്റ്റാണ് കേട്ടോ, എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സദാചാര കമ്മിറ്റിക്കാരൊക്കെ ഇപ്പോൾ ജാസ്മിൻ്റെ പിന്നാലെയാണ്. അതിനകത്ത് സദാചാരം ഉണ്ടല്ലോ, സദാചാരം പറയേണ്ട ഒരു കാര്യം അതിനകത്ത് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ കമ്മിറ്റിക്കാർ ഇറങ്ങി നടക്കുമല്ലോ. ഞാൻ സദാചാരവാദി അല്ലെങ്കിൽ പോലും ഞാനും പറയുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് സദാചാരവാദം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്.
നമ്മളൊന്നും അങ്ങനെ ഒരു ബന്ധത്തിനെ ഞാൻ അങ്ങനെ ഒരു ബന്ധത്തെ അനുകൂലിക്കുന്നത്. ഈവൻ എൻ്റെ കുഞ്ഞ് ചെയ്താലും ഐ വോണ്ട് അക്സെപ്റ്റ് ദാറ്റ്. അത് ഒരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് മീറി നിന്റെ സുന ഞാൻ കണ്ടു, എൻ്റെ സുന നീ കണ്ടു, കാണണമെന്ന് ചോദിക്കുക, ഉമ്മ വയ്ക്കുക, കടിക്കുക, മണപ്പിക്കുക, ഉമ്മം വയ്ക്കുക, വീണ്ടും കടിക്കുക, മണപ്പിക്കുക, ഐ ലവ് യു എന്ന് പറയുക. ഇതുവരെ നീ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഫ്രണ്ടാണ്. ലവറാണോ? നോ 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 നോ. എന്നാൽ നിങ്ങൾ ബ്രോയാണോ? ബ്രദർലി അഫെക്ഷൻ ആണോ? നോ, ബ്രദർലി അഫെക്ഷൻ അല്ലെന്ന് പറയുക. കാര്യം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് ബ്രോ എന്ന് വിളിക്കുക. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറയരുത്. അഭിഷേക് ഗേ അല്ലായിരുന്നേൽ ജാസ്മിൻ എവിടെയാണ്? ആണോ ശ്രുതി മാളു? ഈ സീസണിൽ നല്ല ഒരു മൈൻഡ് ഗെയിമർ ഇല്ല. നിങ്ങളെക്കാൾ ബെറ്ററാണ് ജാസ്മിൻ. ശരിയായിരിക്കും. ഞാനിപ്പോൾ ബെറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്. എന്നെയും ജാസ്മിനെയും കൂടെ ഒന്ന് ബിഗ് ബോസിൽ ഒന്നിച്ചാക്ക്. അപ്പം നിങ്ങളുടെ സ്പീച്ച് മാറി വരുന്നത് ഞാൻ കാണിച്ചു തരാം. ദിൽഷ ഒരു സ്മാർട്ട് ആൻഡ് മൈൻഡ് ഗെയിമർ ആയിരുന്നു. നോ വൾഗാരിറ്റി. അതെ അതെ അതെ, അത് ശരിയാണ്. ജാസ്മിനെ ദിൽഷ കോപ്പി അടിക്കാൻ നോക്കി, ബട്ട് അവിടെ അവളുടെ കോഴി ക്യാരക്ടർ കയറി വന്നു. നിന്റെ വീട്ടിൽ പോയിരുന്നു പറപ്പോ. എന്തുവാ സുനിൽ കുമാർ, ഞാൻ എൻ്റെ വീട്ടിലല്ലേ മക്കളെ ഇരിക്കുന്നത്, അവൻ്റെ അടുത്ത് പറഞ്ഞേണോ? എനി ന്യൂസ് അബൌട്ട് അഫ്സൽ? ഐ ഡോണ്ട് നോ. ഇപ്പം ആരോ വന്ന് പറയുന്നുണ്ട് ഇനിയും വൈൽഡ് കാർഡ് ഉണ്ടാക്കുമോ? ഇനി വൈൽഡ് കാർഡിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കയറിയവരൊക്കെ സൂപ്പറാണ്. അവളുടെ അമ്മ ആണ്, അച്ഛനാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, സർവത്രമാണ് എന്നുള്ളത്. അഭിഷേക് സൂപ്പറാകും. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ പറയുന്ന പിന്നെ ഗബ്രിക്ക് മനസ്സിലാകണം ഇവൾ സമയം പോലെ മാറുന്നവളാണ്. ഇനി അവളെ അടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് അവൻ കളിക്കുന്ന ഇതാണെന്ന്. നിന്റെ മോൻ ഷാരൂഖ് ഖാന് അവസരം കിട്ടും. എൻ്റെ മോനിക്ക് ബിഗ് ബോസിൽ പോയി അവസരം കാണിക്കാനും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ടാങ്കോ ഗേളല്ല, ടാങ്കോ ബോയി അല്ല. ടാങ്കോ ഗേളുകൾക്ക് പൈസ എറിഞ്ഞുകൊണ്ട് അവളെ തുണിയില്ലാത്ത പിക്ചർ കാണുന്ന ടാങ്കോ ബോയി അല്ല എൻ്റെ മോൻ. അവൻ അതിൻ്റെ ആവശ്യമില്ല. ജോലി ചെയ്യുന്നുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം മതി. ജാസ്മിൻ്റെ സെയിം ഏജ് അല്ലേ ശ്രീതു? ബട്ട് ആ കുട്ടി ഇതുപോലെ വികാരജീവിയല്ല. കറക്റ്റാണ്. ഷീ ഈസ് എ ക്ലാസി ലേഡി. ശ്രീതു കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശ്രീതുവിനെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് എത്ര പേര് ഒന്ന് വളയ്ക്കാൻ നോക്കിയിട്ട് അവൾ പറയുന്നത് നോ ഐ ഡോണ്ട് വാണ്ട്. മാമിനെ അല്ലേ പറഞ്ഞത്. താങ്ക് യു. ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്. ഓ, എല്ലാവരും വിഷു ആശംസകൾ അയക്കുന്നതാണ് കേട്ടോ. മൈലാസാക്കി വെച്ചില്ലെങ്കിൽ ഇപ്പോൾ തരും. ഇനിയിപ്പോൾ വരും ചറവറ വിഷു ആശംസകൾ വരും. നാളെയാണല്ലേ ഇപ്പോൾ വിഷു. സായി വെറും മൈക്കിളാഞ്ചി കളിയാണെന്ന് പറയണു. പവർ ടീമും ഇപ്പോഴുണ്ടായിരുന്ന ക്യാപ്റ്റനും സൂപ്പറാണെന്നും കൂടെ സായി പറയണു. ആ ക്യാരക്ടറുള്ള സിഡിയേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു വൾഗർ, ഒരു വൃത്തികെട്ട വാഴ, പാഴങ്കഞ്ഞി, നാറി, എന്തൊക്കെ ഇരുന്ന് പറയുന്നേ. അയ്യേ, ശ്രീതു സൂപ്പറാണ്. പക്ഷെ ഗെയിം പോരാ. ഗെയിം അറിയില്ല കൊച്ചിന്. ജാസ്മിന് ഗബ്രിക്ക് നെറ്റിയടി കൊടുത്ത് കപ്പുമായി വരും, അതോടെ ശുഭം. അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. അങ്ങനെ തന്നെ ആകട്ടെ. ചെറുക്കൻ നല്ല ടാലൻ്റ് ഉള്ളതാണ്. അവൾ ഈ പെണ്ണിൻ്റെ പിറകെ വാല്യം കൂടിയിട്ടാണ് വെറും ഇതായിപ്പോയി ചെയ്യുന്നത്. നാളെ ജാൻമണി എവിക്റ്റ് ആകില്ലേ? ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ആകുന്നതിന് മുമ്പ് കൃത്യമായി കാര്യം പറഞ്ഞു കൊടുത്ത് അവൾക്കത് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ട് വേണം വിടാൻ. അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ അവൾ നോറയെ ആക്രമിക്കും. മാത്രമല്ല ലൈഫ് ലോങ് നോറയായിരിക്കും അവളുടെ ശത്രു. അതൊന്ന് മാറ്റിക്കൊടുത്ത് പുറത്ത് വിടുന്നതാണ് നല്ലത്. ടാങ്കോ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു വൃത്തികെട്ട ആപ്പാണ്. ടാങ്കോ ആപ്പിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്യാം, ഒരു വോയിസ് പ്ലേ ചെയ്യാം. അതിനകത്തുണ്ട് ടാങ്കോ ആപ്പ് എന്താണെന്നുള്ളത്. ജാസ്മിൻ ആയതുകൊണ്ട് അൻസിബയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സ്വേച്ഛാധിപത്യം പറയുന്നുണ്ട്. അത് അൻസിബ പറയുന്നത് അപ്സരയെ പറ്റിയാണ്. സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് ഇതൊക്കെ പേഴ്സണൽ ഗ്രഡ്ജാണെന്ന് മനസ്സിലാക്കാൻ മിനിമം ബുദ്ധി പോരെ. അവിടെ അങ്ങോട്ട് പറയണു, ഇങ്ങോട്ട് പറയണു, അവരെ പറയണു, ഇവരെ പറയണു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും തോന്നിയില്ല. നിനക്കറിയില്ല ടാങ്കോ സൂപ്പർ ടാങ്കോ ആണ്. ടാങ്കോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ലൈവ് സ്ട്രീമാണ്, യൂട്യൂബിലെ ലൈവ് സ്ട്രീം. ഇതേപോലെ ടാങ്കോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് വിവിധ ഘട്ടങ്ങളിലായിട്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാം. ചിലർ അതിനകത്ത് പോകുന്നത് ചുമ്മാ സംസാരിക്കാൻ, ചിലർ അതിനകത്ത് ചെല്ല വർത്തമാനത്തിന് പോകും, ചിലർ അതിനകത്ത് തുണി വരച്ച് കാണിച്ചു കൊടുത്തുള്ള വർത്തമാനം. ഏതായാലും ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇവിടെ വൈസ് ഡ്രാഗൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് $50 ഇടുന്നത് കണ്ടിട്ടുള്ളൊരു മോളാണത്. എന്നെ പേഴ്സണലി പരിചയമുള്ള കുട്ടിയാണ്. അപ്പോൾ അത് വന്ന് ഇടാറുണ്ടല്ലോ. അതേപോലെ കാശ് എറിഞ്ഞു കൊടുക്കും അവിടെ ലൈവിൽ പോയി കഴിഞ്ഞാൽ. അത് അങ്ങനെ ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ആയതാണ് ഈ പറയുന്ന ആദ്യത്തെ ഉണ്ണാക്ക പൈസ എറിയുന്ന ആളായിരുന്നു ഉണ്ണാക്ക. ടാങ്കോയിൽ എപ്പോഴും ജാസ്മിൻ വീഡിയോ ചെയ്യുന്നുണ്ടോ? നോറയ്ക്ക് 6.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്നും
ഒരു വീഡിയോ കണ്ടായിരുന്നു. ഉണ്ടാകും, ഇവർ രണ്ടുപേരും വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. നോറ ആ വിവാഹത്തിന് ശേഷവും പിന്നെ ആ സാധനം കണ്ടിന്യൂ ചെയ്തതിൻ്റെ പേരിലാണ് നോറയെ വിവാഹമോചനം നടത്തി അവൻ രക്ഷപ്പെട്ടു പോയത്. നോറ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ലേറ്റ് നൈറ്റൊക്കെ എപ്പോഴും 3 മണി 4 മണി അതൊക്കെ സത്യമായിരിക്കും. കാരണം എന്നെ ജാസ്മിൻ വിളിച്ചത് വെളുപ്പിനെ 3 മണിക്കാണ്. വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ കണ്ടാണ് എന്നെ വിളിച്ചത്. ആ കൊച്ചു ഉറങ്ങാറില്ല, ഇതിൽ പ്ലേ ആണ്. പിന്നെ മിക്കവാറും അവളുടെ റീൽസൊക്കെ എടുത്ത് നോക്കുക, അവൾ പറയും ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റുള്ളൂ. 12 മണി 1 മണിക്കൊക്കെയാണ് അവളുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതാണ്. ടാങ്കോ നിനക്കുമില്ലേ? ഞാൻ നിന്നെയും കണ്ടിട്ടുണ്ട്. നീ കാണുന്ന ചിലപ്പോൾ നിൻ്റെ ഉമ്മായായിരിക്കും, എന്നെ ആയിരിക്കത്തില്ലടാ. എനിക്ക് ടാങ്കോ ഒന്നുമില്ല. ഞാൻ ടാങ്കോയിലുണ്ടെങ്കിൽ എനിക്കത് പറയാൻ മടിയുമില്ല. ഞാൻ ടാങ്കോയിൽ എന്തായാലും നീ നിൻ്റെ ഉമ്മായെ കണ്ടിട്ട് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ തോന്നും. എനിക്കുണ്ട്, എനിക്കുണ്ടൊരു സാധനം കാണണം. ഇനി വന്നാൽ കാണിച്ചു തരാം. ലാൽ ഫാൻസ് ആകും ഇനി മെഴുകുന്നു ചേച്ചി. എന്നെ മെഴുകി എനിക്ക് മറ്റേ മാത്രം 3rd ക്ലാസ് പിമ്പാണവൻ. വെറുതെ എച്ചകല നാറിയാണ്. ഇന്ന് ഈ ചെയ്തത് ഈ ലോക കൂറ സാധനമാണ് ലാല് ചെയ്തത്. ഇത്രയും വൃത്തികെട്ടൊരു ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്ത് വൃത്തികെട്ട പരിപാടിയാണ്? ആ പെൺകുട്ടിയുടെ ലൈഫല്ലേ ബാധിക്കുന്നത്? ബോധമില്ലേ അവനിക്ക്? ഞാനിപ്പോഴും പറയുന്നത്, നാളെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ ഈ പെണ്ണ് ഗബ്രിയുമായിട്ട് വീണ്ടും അവിടെ പ്രണയ നിലാഹ കാണിക്കുമെങ്കിൽ ലാലിനെ ഞാൻ സൂപ്പറായിട്ട് പറയും. പച്ചയ്ക്ക് ഇറക്കും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. ഇത് ഇടം വേറെയാണത് ഷെഫീനാണെന്ന് മറന്നും പോകണ്ട. അവിടെ ഇരുന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഇടുന്നവർ പറഞ്ഞെന്ന് മാറിയിരിക്കുന്നോളുമല്ല. ഇന്ന് കാണിച്ച പോക്കൃത്തരത്തിനനുസരിച്ച് ആ പെണ്ണ് അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ ലാലിന് പച്ച തെറിയായിരിക്കും ഇനി കിട്ടുക. ഒരു പ്രശ്നമില്ല. അത് വരുന്നത് ഞങ്ങളങ്ങ് ഏറ്റി. ചേച്ചി പാവം നോറയെ എന്തെങ്കിലും ചെയ്യുമോ ജാൻമണി? ഇല്ല, പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയല്ലല്ലോ. ടാങ്കോ മോശം മാപ്പാണ്, അഫ്കോഴ്സ് മോശം മാപ്പാണ്. ചേച്ചിയെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം. യു നെവർ ചേഞ്ച്ഡ് യുവർ നിലപാട് അബൌട്ട് ജാസ്മിൻ ബിഫോർ ഹർ ബിഗ് ബോസ് എൻട്രി ആൻഡ് ആൾസോ ഡ്യൂറിങ് ബിഗ് ബോസ് ലൈഫ് കമ്പയർഡ് ടു അതേഴ്സ് യൂട്യൂബേഴ്സ്. താങ്ക് യു. എന്നാൽ ഇനി ടാങ്കോയിൽ കൂടണം. ചെല്ല് ക്യാഷൊക്കെ കൊടുക്കണം, ചുമ്മാ ആക്കത്തില്ല. അതിന് എൻട്രി ഫീസൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. സിനിമയിൽ കാണിച്ച് കാശുണ്ടാക്കുന്നു, അത് നാട്ടുകാർ ടിക്കറ്റ് എടുത്ത് കാണുന്നു. അതുപോലെ ടാങ്കോയിൽ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത്രയേ ഉള്ളൂ ജാക്സൺ, അത്രയേ ഉള്ളൂ. സീസൺ 6 കണ്ടസ്റ്റൻറ്റ് സെലക്ഷൻ കൊള്ളില്ല, എക്സെപ്റ്റ് 2 or 3 കണ്ടസ്റ്റൻസ്. ജാസ്മിനും നോറയും ടാങ്കോയിലാണ്. ഇൻസ്റ്റാഗ്രാമും ടാങ്കോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനകത്ത് എന്തോ ഓൺലൈൻ സ്ട്രീമിംഗ് ആണ്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അത് ഞാൻ കുറച്ചൊന്ന് പ്ലേ ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് ടാങ്കോ എന്താണെന്ന് അറിയത്തുള്ളൂ. പിന്നെ ടാങ്കോ അറിയാത്തവർക്കായി ടാങ്കോ എന്താണ് എന്ന് ഷെഫീന ബീബി എവിടെ അത് സേവ് ചെയ്തേ? നോക്കട്ടെ. പിന്നെ വെൽക്കം ബാക്ക്. പ്രമുഖ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ടാങ്കോ ഹാപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ പ്രമുഖ ഇൻഫ്ലുവൻസർ ഇട്ട വീഡിയോ ഞാൻ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് കണ്ടതേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തർ പറഞ്ഞു തന്ന അറിവാണ്. സോ എല്ലാം ഒന്ന് ശരിയാവണമെന്നല്ല ഈ പറയുന്നത്. എനിവേ, ഇതിന്റെ ഒരു സംഗ്രഹം, അതായത് ഇത് ഈ ഒരു ബെൽറ്റിൽപ്പെട്ട ആൾക്കാർ മുഴുവൻ, ഈ അസ്ല അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അസ്ല മർലി, ഇവരെല്ലാം വെറും വാണങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മുതുവാണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷബീന വിയെ കുറിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഈ ടാങ്കോ ആപ്പിലേക്ക് വരികയാണെങ്കിൽ, ജാസ്മിൻ ജാഫർ ടാങ്കോ ആപ്പിലുണ്ടെന്ന് ഷബീന ബീവി ആരോപിച്ചു. അതിന് മറുപടിയായിട്ട് ജാസ്മിൻ ജാഫർ പറഞ്ഞത് ടാങ്കോ ആപ്പിൽ സ്റ്റാൻഡേർഡ് പ്ലാൻ ആയിരുന്നു ഇദ്ദേഹം എടുത്തിരുന്നതെന്നാണ്. അതിൽ നോർമൽ ചാറ്റ് തന്നെയാണുള്ളത്, വേറെ സംഭവമൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹവും അതിലുണ്ടായിരുന്നു. ഹെലനോസ് പാട്ട ഈ ഫീൽഡിൽ എത്തിയത് തന്നെ വളരെ മോശമായ ചീത്തയൊക്കെ വിളിച്ച് മായും പൂയും കായം കൂട്ടിയൊക്കെ ചീത്ത വിളിച്ചാണ് അവരിത് എത്തിയത്. അപ്പോൾ ഈ ഹെലനോസ് പാട്ടയുടെ ആദ്യകാലം അത്ര നല്ല പ്രവൃത്തിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ നല്ല പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഹെലനോസ് പാട്ടയിലും ടാങ്കോയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ടാങ്കോയെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നത്, ഇതൊരു എന്താ പറയുക പെയ്ഡ് സൈറ്റ് ആണ്. ഇവിടെ മെയിനായിട്ടും ഉള്ളത് സെക്സ് ചാറ്റ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ പറഞ്ഞ കണക്ക് ന്യൂഡിറ്റി പ്രദർശിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ടാങ്കോ ആപ്പ്. സോ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ രീതിയിൽ ചാറ്റ് ചെയ്യാനാണെങ്കിൽ പൈസ കൊടുത്ത് ഇവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം സൂപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ള അത്യാവശ്യം എന്താ പറയാ കമ്പി ചാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാങ്കോയിൽ പോകേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെല്ലാം ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതെല്ലാം സോഷ്യൽ മീഡിയകളുണ്ട്, അവിടെയൊക്കെ ചാറ്റ് ചെയ്തൂടെ.
സോ ഒരു പെയ്ഡായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഗുണങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി സ്റ്റാൻഡേർഡ് പ്ലാൻ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഏണിങ്സ് ഉണ്ടാവും, ഇന്ന പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഏണിങ്സ് ഉണ്ടാവും എന്ന് അവർ നമ്മളോട് ഇങ്ങോട്ട് പറയും. അന്നേരത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. സോ ഇത്തരം ആപ്പുകളിലൊക്കെ ഈ പറയുന്ന ഇൻഫ്ലുവൻസർമാർ പോയി എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം നാണക്കേടാണ്. നിങ്ങൾ ഇന്ന് ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ കൊള്ളത്തില്ല, നിങ്ങളൊക്കെ മഹാ ദുരന്തങ്ങളാണ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ കോവളത്തൊക്കെ മസാജിങ് സെന്റർ ഉണ്ട്, അവിടെ പല പാക്കേജ് ഉണ്ട്. ആദ്യം ഈ സ്റ്റാൻഡേർഡ് പാക്കേജ് എന്ന് പറയുന്നത് നോർമൽ സ്ത്രീകൾ മസാജ് ചെയ്യും. അതിനുശേഷമുള്ള അടുത്ത പാക്കേജ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ നല്ല വിവരണം വേറെ എവിടെയുണ്ട്? ടാങ്ക് ആപ്പ് എന്താണെന്നാ വിചാരം? നമ്മുടെ ജട്ടി സിനിമയാണ് വിവരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കളി. ചെയ്തതിനു ശേഷം മാസ്റ്റർബേഷൻ ചെയ്ത് കൊടുക്കുക അവര്. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ള പാക്കേജ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള കളി. അതാണ് അടുത്ത പാക്കേജ്. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് മാറും. ഈ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയുടെ ശമ്പളം അതിനനുസരിച്ച് കൂടും. അതുപോലെ ഒരു സംഭവമാണ് ഈ ടാങ്കോ ആപ്പ്. സോ ഈ ടാങ്കോ ആപ്പിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുന്നത് വളരെ തെറ്റായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിലോട്ട് കൊടുക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. പ്രണയ നിലാഹ ഹെല്ലോസ് പാട്ടയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഹെല്ലോസ് പാട്ട എന്തായാലും ബിഗ് ബോസിൽ ഇല്ലല്ലോ കുഞ്ഞനിയ. ബിഗ് ബോസിൽ ഇല്ലാത്ത ഒരുത്തിയെ പറ്റി നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എന്തിനാ ഇപ്പൊ പറയണേ? അതിന്റെ ആവശ്യമുണ്ടോ? ഈസ് ദാറ്റ് സോ നെസസറി ദാറ്റ് ഷീ ഈസ് എ പൊരുൾ ടു സ്പീക്ക്? ഹൂ ഇസ് ഷീ? ഐ ഡോണ്ട് കെയർ അബൌട്ട് പാട്ട ആൻഡ് ബക്കറ്റ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇത്ര സംഭവമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് എടുത്താലും ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്താലും ട്രിപ്പിൾ സ്റ്റാൻഡേർഡ് എടുത്താലും അഫ്സലി കുക്കായും ഈ പറയുന്ന ഇപ്പം അവളെ തള്ളി പറഞ്ഞ എല്ലാ മുൻ കാമുകന്മാരും വന്ന് സംസാരിച്ചു. നമ്മൾ തമ്മിൽ ഫ്രണ്ടല്ലേ, നമ്മൾ തമ്മിൽ ബാക്കല്ലേ എന്നൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എഗൻസ്റ്റ് ആയിട്ടിട്ട വീഡിയോ മുക്കിയിട്ട മേഡം അങ്ങോട്ട് പോയിട്ടുള്ളത്. കാരണം ആ മുക്കിയ വീഡിയോയ്ക്കകത്ത് അവളുടെ പഴയ കാമുകന്മാരെല്ലാവരും തന്നെ വന്നിട്ട് ഞങ്ങൾ ഗുണ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിടികിട്ടിയില്ല. അത്രയേ ഉള്ളൂ. യുവർ ഫേവറിറ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ജാസ്മിനും ഗബ്രിയും ജാൻമേഡിയോട് ലാലിന് പലതും ചോദിക്കാനുണ്ടെന്ന് ഷോയുടെ അവസാനം ലാൽ പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. ജട്ടി ടാങ്കോ കലക്കി കുടിച്ചോ? ജട്ടിക്ക് പിന്നെ എല്ലാം അറിയാം. ജട്ടി പിന്നെ അതിനകത്തല്ല. ജട്ടിയുടെ പെണ്ണുമ്പോൾ അവിടെ ഇല്ലല്ലോ. 24 മണിക്കൂർ അങ്ങനെയൊക്കെയല്ലേ അവൻ സീവിക്കുന്നത്. ടാങ്കോ ആപ്പ് ഇത്രയും കാര്യങ്ങൾ വിവരിച്ച ജട്ടി ജിനുവിന് നന്ദി. നല്ല കാര്യം അവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. അവൻ എന്നെപ്പറ്റി വല്ല ദൂഷിപ്പും പറഞ്ഞാലേ നിങ്ങൾക്ക് കുഴപ്പമുള്ളൂ. ടാങ്കോ ആപ്പ് ഇത്രയും കാര്യങ്ങൾ വിവരിച്ച ജട്ടി ജിനുവിന് നന്ദി. താങ്കൂടാ ജട്ടി. ഇത് നീ ദുനിയാവിൽ ആദ്യമായിട്ട് ചെയ്തൊരു നല്ല പ്രവൃത്തി. ടാങ്കോയെ പറ്റി നിന്റെ വിവരണമാണ്. അത് മൊഞ്ചി ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ താത്ത. ഇപ്പോൾ ജട്ടിയുടെ ബെസ്റ്റിയായ അയ്യപ്പു. ഞാൻ ജാൻമണി തുപ്പതിനെക്കാട്ടെ വൾഗറായിട്ട് തുപ്പും. മനസ്സിൽ തൂരി എറിയുമെന്ന് പറഞ്ഞാൽ തൂരി എറി ഓടിക്കോ രക്ഷപ്പെട്ടു. ലിപ്സ്റ്റിക്ക് ഓവർ മേക്കപ്പ്. ബി നാച്ചുറൽ ഓൾവേസ്. അതൊരു പോയിന്റാണ്. ഓവർ മേക്കപ്പാണോ? അത് ശരിയാ. എന്നാ ഭയങ്കര മേക്കപ്പാ. കണ്ടില്ലേ? മേക്കപ്പ് ഇങ്ങനെ വഴിഞ്ഞിറങ്ങുവാണ്. വെള്ള കളർ എന്നല്ലേ ടീച്ചു അയച്ച് പാടി വേണമേ. മേക്കപ്പ് ഇതിൻ്റെ തള്ള. പിന്നെ ലിപ്സ്റ്റിക്ക് അതിൻ്റെ സൗകര്യം. എൻ്റെ കശ്, എൻ്റെ ചുണ്ട്, എൻ്റെ ലിപ്സ്റ്റിക്ക്. ഹൂ കെയേഴ്സ്? ഗോട്ട് യുവർ ക്ലാസ്സസ്. ഇത് ടാങ്കോ ആപ്പൊന്നും അല്ല. ഇത് ഷബീന ബേബി ചാനലാ. ഇവിടെ ഇരുന്നുണ്ട് കണവണ പറഞ്ഞാൽ തിരിച്ചല്ല തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. മനുഷ്യരാകെ പിരിയേറ്റി ഇരിക്കുകയാണ്. വെക്കെ എഴുന്നേറ്റ്. ടാങ്കോയിൽ ജെറ്റി വിളിയാണ്. പണ്ഡിതൻ. അതിന് നല്ലൊരു ഇതായിരുന്നു. ബിഗ് ബോസ് കാരണം ടാങ്കോ ആപ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇവരെല്ലാവരും അതിനകത്തുണ്ടെന്ന് പറയട്ടെ. ഹെലിനോ പാട്ടയും അതിനകത്തുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഹെലിനോ പാട്ടയും ബക്കറ്റും ഒക്കെ അതിനകത്തുണ്ടെന്ന്. ഇതിലൊക്കെ കോമഡി എന്താണെന്നറിയാമോ? ആ ഡൂഡേ എന്ന് പറയുന്ന ഡൂഡിന്റെ സുഹൃത്താണ് ഈ ഡൂഡ്. ഈ ഡൂഡിന്റെ സുഹൃത്താണ് ആ ഡൂഡ്. കൊട്ടേഷൻ കൊടുത്ത ഡൂഡിനെ പറ്റി ഡൂഡിന്റെ സുഹൃത്ത് തന്നെ ഡൂഡിന്റെ സുഹൃത്തിനെ എയറിലേക്ക് വിടുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഒന്നും കൂടെ പറയാം. സായി അണ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പാട്ട ബക്കറ്റായ ഹെലനോ പാട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സായി അണ്ണൻ. സായി അണ്ണൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ജട്ടി ജിനുവിന്. ജട്ടി ജിനുവും സായി അണ്ണനും ആ ബെസ്റ്റിയാണ്. ബെസ്റ്റി ആയിരിക്കുന്ന സായി അണ്ണനും ആ ജട്ടി ജിനുവും കൂടെ ചേർന്നിട്ട് ഹെലനോ പാട്ടയെ ഊക്കിയത് കണ്ടോ? ഹെലനോ പാട്ടയെ പറയുന്നിട്ടില്ലേ? അവളും ഉണ്ടായിരുന്ന ടാങ്കോയ്ക്കകത്തുനിന്ന് അവളും ബെസ്റ്റ് നറ്റതായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. നിങ്ങൾ കേട്ടില്ല എന്ന് പറയുന്നത് റിപ്പീറ്റ് അടിച്ച് കേട്ട് വെക്ക്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഊക്കലായിരുന്നു അവൻ. അപ്പോൾ ഡ്യൂഡ് 1 മണിക്കൂറൊക്കെ നമ്മളെടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞ്
ഇനിയിപ്പോൾ സായിയും ടാങ്കോയിലുണ്ടായിരുന്നോ? സായിയുടെ കെട്ടിയൊളിഞ്ഞിപ്പോൾ ടാങ്കോ ആപ്പിൽ നിന്ന് വന്നതാണോ? എന്തുവാടെ ഈ പിണ്ണാക്ക്? നമുക്കും ഒന്ന് പോയാല നോക്കണം, നമ്മളെ അതിനകത്ത് എടുക്കുക. ഇനി വയസ്സായവരെ അതിനകത്ത് എടുക്കുക, എന്തല്ലേ കിളവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓടിക്കുന്നുണ്ട്. ഇനി അത് നമ്മളെ എടുത്തുണ്ടെങ്കിൽ ഒന്നും പറയാല്ല. സ്റ്റാൻഡേർഡിലൊന്ന് കയറി നോക്കിയാലോ? ആവട്ടെ. ചേച്ചി അർജുൻ ഫാനാണോ? അർജുൻ ഫാനാണോ ബക്കറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പൊന്നോള്. അയ്യോ, ഇതെന്തൊരു പ്രതീക്ഷ! നിന്റെ തള്ളയുടെ പേര് ഇവിടെ എഴുതിയിടുന്നാടാ, തക്കാളി. പോയി കിടന്നുറങ്ങണോ? നീ അങ്ങ് പോയി കിടന്നുറങ്ങിയാ പോരെ, നീ ഇവിടെ ഇരുന്ന് കരയ്ക്കുന്ന എന്തിനു? ജയിച്ച് പാടാ മാറി. ചേച്ചി മോഹൻലാൽ ഫാൻസ് ചേച്ചിയെ കാണണമെന്ന് പറയണം. എന്തിനാണ് രാത്രിയിലാമ? എന്തിനുമോളെ ഇപ്പോൾ രാത്രി എന്തിന്? ചേച്ചി ഇത് അവൻ്റെ ലീക്ക്ഡ് കാളാണോ ഓർ ഫ്രം ഹിസ് യൂട്യൂബ്? അവൻ്റെ യൂട്യൂബിലുള്ളതാണ്. 5 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ജെട്ടി ഈ വീഡിയോ മുക്കും ഷുവർ. ഞാനതുകൊണ്ട് സേവ് ചെയ്തെടുത്ത്, ഞാൻ വീഡിയോ തന്നെ സേവ് ചെയ്ത്. നീ മുക്കിയിട്ട് കാര്യമില്ലടാ, നീ മുക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നീ മുക്കൂന്ന് എനിക്കറിയാം. അയ്യോ, നന്ദനയെ ഊക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും ജാസ്മിനും കൂടെ ഒന്ന് ഊക്കാൻ നോക്കി, പക്ഷെ ഊക്ക് തിരിച്ചു കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു സാധനം കണ്ട, നമ്മളെ ജിൻഡോയ്ക്ക് ബസമമായി നഞ്ചി എന്നൊരു ഫോം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അത് മനസ്സിലായി. ഇവർ റൂട്ട് ഇടുന്നുണ്ട് ആ പെണ്ണിന്. അതുകൊണ്ടാണല്ല കുണ്ടനെ പിടിച്ച് അപ്പുറത്തോട്ട് കിടത്തിയിട്ട് ഇവൻ നടുക്കോട്ട് കയറി കിടന്നത്. സോറി, ആ വേർഡ് റോങ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനതേ പറയുള്ളൂ. കുണ്ടൻ തന്നെയല്ലേ അങ്ങനെ പിടിച്ച് അപ്പുറത്തോട്ടാക്കിയിട്ട് ഇവൻ നടുക്കോട്ട് കയറി കിടന്ന് നഞ്ചി, അതായത് ജിൻഡോ പ്ലസ് നന്ദന നഞ്ചി, ആ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കളി കളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് കോക്കനട്ടായാലും അങ്ങനെ ഒരു സാധനം ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് മറ്റേ ജിഞ്ച എന്ന ഫോം തെറ്റും. അതായത് ജാൻമണി ജിൻഡോ എന്നുള്ളത് തെറ്റും. ചേച്ചി ലാട്ടേട്ടനെ പിമ്പ് എന്ന് വിളിച്ച് സോ മോഹൻലാൽ ഫാൻസ് ചേച്ചിനെ കാണണമെന്ന് പറയുന്നു. അയ്യോ, സുന്ദരിയാണ്. താങ്ക് യു. സിബിൻ നന്നായിട്ട് ഇത്തവണ ഊക്ക് വാങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അഭിഷേകിന് ജാൻമണി സപ്പോർട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ അവൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, അഭിഷേകിൻ്റെ ഒപ്പം. അതെന്തിനാ ജാൻമണി പിന്നെ ഈ പെണ്ണ് അഭിഷേകിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ദിയാസനയ്ക്ക് കൊടുത്ത വാക്കാണോ അതോ ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണോ? വാട്ട് കോക്കനട്ട് ഐ ഡോണ്ട് നോ. ഐ ആം നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, ജാൻമണി ചെയ്തത് ശരിയല്ല, തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. ഹായ് സൺ ഓഫ് നോനോ. ശരണ്യെ നല്ല പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സായിയെ പറ്റി നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിൻജാൻ, കറക്റ്റ്, ജിൻജാൻ, അനുജ പ്രദീപ് ജിൻജാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാഴയ്ക്ക് അതൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ ഒരു ഞാൻ ബ്ലാസ്റ്റ് ആവും, ഞാൻ അടുത്ത ആഴ്ചകളിൽ ഞാൻ ബ്ലാസ്റ്റ് ആവും, ഞാൻ തെങ്ങിൻ്റെ വണ്ടേ വലിഞ്ഞ് ഇടിച്ച് കയറുമെന്ന്. ഇവൻ തെങ്ങിൻ്റെ വണ്ടയിൽ എന്ത് വാഴയാണെന്ന്. ഇവൻ ആ വാഴയുടെ മൂട്ടി കൊണ്ടങ്ങ് ഇരുത്തി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ വാഴയ്ക്കൊപ്പം വളർന്നു വരുവേ. കാറ് വാഴ. എന്തു ഐ ആം സപ്പോർട്ടിങ് ജാൻമണി. നല്ല കാര്യം. പോയി ഉറങ്ങും. ജോമെട്രി ഡാഷ് പ്ലെയർ 125. ഹായ് ചേച്ചി. ഞാൻ എഴുതി വെച്ചത് പച്ചത്തെറിയാണ്. വേണമെങ്കിൽ നിങ്ങളെ കാണിക്കട്ടാ. അത് ഞാൻ കാണിക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു. നിർത്തിയിട്ട് പോടാ ചിലക്കാതാ. ആര് സപ്പോർട്ട് ചെയ്താലും അവൻ ടാങ്കോ ആപ്പിനെ പറ്റി മോശം പറയുകയുള്ളൂന്നാണ് അവൻ പറയണത്. അവൻ പറയുന്ന ഒരു ന്യായമായിട്ട് എനിക്ക് ആദ്യം തോന്നിയതാണ്. വൃത്തികെട്ട മോന്ത ക്രാത്തു. ഇത്രയും നല്ല ഭംഗിയുള്ള മുഖം കണ്ടപ്പോൾ എനിക്ക് ക്രാത്തു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ്റെയൊക്കെ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? കഷ്ടം തന്നെ. പൂജ എന്താണ് നോറയെ മോശം പറഞ്ഞതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാ ആ കൊച്ചിനെ പറഞ്ഞത്? ഇതെന്തിനാ ആവശ്യമില്ലാത്തത് പറഞ്ഞേ? റോയി രഞ്ജൻ ഇപ്പം തന്നെ കാണിക്കണോ? ഇവിടെ ടാങ്കോ ആപ്പിൽ പോയാൽ നിന്റെ അമ്മ അവിടെ കിടന്ന് തുണിയിലാ നിൽക്കുന്നുണ്ട്, പോയി കണ്ട. വന്നല്ല ഇല്ലല്ലോ, ഇവിടെ ഉള്ളമാരല്ലോ. പിന്നെന്താ? ഐ തിങ്ക് ലാലേട്ടൻ ലൈക്ക് ദ പവർ ടീം. ഹി ഇൻഡയറക്ട്ലി സപ്പോർട്ട് ദം ആൻഡ് ക്രിറ്റിസൈസ്ഡ് ജാൻമണി. നോ. ഹായ് ചേച്ചി, കുറേ ദിവസമായി കണ്ടിട്ട്. സുഖമാണോ എല്ലാവർക്കും? നീ എവിടെ പോയിരുന്നു അത് പറ. ജാസ്മിനെ അല്ലേ? ശരിയാ, ഭയങ്കര നാറ്റ. മോഡറേറ്റേഴ്സ് എവിടെ പോയേ? കുറേ വാണങ്ങൾ വന്നിട്ടുണ്ട്. അമ്മയെ വിൽക്കൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ വന്ന് കിടന്ന് ബാണം അടിക്കുന്നുണ്ട്. ഓടിച്ചുവിട് വെച്ചള. ചേച്ചി ക്ലബ് ഹൗസിൽ എന്ന് വരും? കട്ട വെയിറ്റിംഗ്. ഹോപ്പ്ഫുള്ളി, നോട്ട് ഷുവർ.
ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ, ഇതിന് തന്നെ സമയമില്ല, അപ്പോഴാണ് മനസ്സിലായ. തക്കാളി മോനെ നിന്റെ പ്രജീഷേ ഓടാ, സമയമില്ലടാ, ഞാൻ ഇതൊന്ന് തീർത്തോട്ട്. നീ ഇവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ നല്ലപോലെ തരാം, പക്ഷെ എനിക്ക് തീർക്കണമെന്നുണ്ട്. കുറച്ച് അധികം എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, തീരട്ട്. മനസ്സിലായ? നിന്റെ അമ്മയാണ് രാസി അത്. ചേച്ചി എന്നെ മോഡറേറ്റർ ആക്കൂ, എല്ലാവരെയും ശരിയാക്കി തരാം. നിന്നെ മോഡറേറ്റർ ആക്കിയ നീ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. പണിയ നിനാഹ മധുര നീല അവിടെ കിടന്ന് എഴുതട്ടെ, എന്തെങ്കിലും എഴുതിയേക്കട്ടെ. ഇന്നത്തെ ഞാൻ ആകെ ഷോക്കഡായിപ്പോയി ഇരുന്ന് കേട്ടോ. ഐ വിൽ ഫിനിഷ് ഹർ ലൈഫ്, ഐ വിൽ ഫിനിഷ് ഹിയർ. അല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഐ എം ടോട്ടലി ഡിസ്റ്റേബിൾഡ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഡാൻസ് കളിക്കുന്ന സമയത്ത് അതിനകത്ത് കയറി ഓവർ പെർഫോം കളിക്കാൻ പോയ ജാസ്മിനെ സിബിൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. കൃത്യമല്ലേ ചെറുക്കൻ പറഞ്ഞത്? എല്ലാത്തിലും കയറി ഓവർ ആക്ട് ചെയ്യാൻ ഇവളാണോ അവിടുത്തെ ഇവളാണോ അധികാരി? എല്ലായിടത്തിലും കയറി ഇവർക്ക് ഒരു അഭിപ്രായം പറച്ചിലുണ്ടല്ലോ. അപ്പോൾ അതിന് നെറ്റിയടി കൊടുത്തതാണ് സിബിൻ. അത് കണക്കായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നെ വയക്ക് പറഞ്ഞ് എനിച്ചാരുമില്ലേ, എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ചെയ്യുന്നേ, എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ഉണ്ടാക്കുന്നേ, ഞാൻ ബബിളി നാരങ്ങയാണ്, ഞാൻ അലുവ കുണ്ടാണ്, എന്നെ എല്ലാവരും കൂടെ തൊക്കി തലയിൽ വെക്കണേ എന്ന് പറഞ്ഞപ്പം കൃത്യമായി മറുപടി കൊടുത്തതാണ് ബിഗ് ബോസ്. പക്ഷെ മോഹൻലാലാണ് ഇന്ന് വൃത്തികെട്ട ഗെയിം കളിച്ചതെന്ന് എനിക്ക് പറയാനുള്ളൂ. നാളെയും കൂടെ കണ്ടിട്ട് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ചങ്കാണ്. ചേച്ചി ഒന്ന് പോയി ഉറങ്ങ് പ്ലീസ്. ശരി, ഇപ്പം തന്നെ ഉറക്കിയേക്കാം. ടാറ്റാ, ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോ. ഹായ് പറയാമോ? അമൽ ഫാത്തിമ ഹായ്. ഇതിനൊന്നും ഒരു പണിയും ഇല്ല, നിനക്കൊന്നും ഒരു ജോലിയില്ലേ മൈത്താണ്ടികളെ? തള്ളയ്ക്ക് മുമ്പേ ജനിച്ച തക്കാളി പഴങ്ങളെ, നിനക്കൊന്നും ഒരു പണിയില്ലേ? ഈ സീസൺ കഴിയുമ്പോൾ മിക്കവാറും ബിഗ് ബോസ് ഒരു അപ്പൂപ്പനാവും. ബിഗ് ബോസ് അപ്പൂപ്പനാവോ ഇല്ലയോ എന്നുള്ളത് ടാങ്കോ ആപ്പ് മാറി ഇനിയിപ്പോൾ നമ്മൾക്ക് ബിഗ് ബോസ് കാണാമെന്നുള്ളതാണ്. വർഷത്തിൽ 3 മാസത്തേക്ക് നമുക്ക് ബിഗ് ബോസ് ആപ്പിൽ കൂടെ ടാങ്കോയിസം കാണാം. ആ കൊച്ചിന് ടാങ്കോയും മിസ് ചെയ്യത്തില്ല, ബിഗ് ബോസിന് അത്യാവശ്യം റേറ്റിംഗും കിട്ടും, നമുക്ക് ഫ്രീ ആയിട്ട് ടാങ്കോയും കാണാം. അതാണ് അവിടെ നടക്കുന്നത്. അത് 3 മണിക്ക് ശേഷമുള്ള സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതാണ് അവിടെയാണ്. ഹസ് എവിടെ? ബാത്റൂമില്ല, വിളിച്ചോണ്ട് വരണോ? ചേച്ചിയുടെ പ്ലേസ് TVM ആണോ? അതേലോ, അതേ സംസാരം. ഹൈ, ചോറ് തിന്നോ? ചോറൊക്കെ തിന്നോ അമൽ ഫാത്തിമ. ചേച്ചി സിജോ വരുമോ? സിജോ വന്നു കഴിഞ്ഞാൽ ബീബി മറിയും. സിജോ വന്നു കഴിഞ്ഞാൽ സായിക്കുള്ള പണിയായിരിക്കും അവൻ കേട്ടോ. സിജോ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സർജറിയൊക്കെ അല്ലേ, റെസ്റ്റ് വേണമായിരിക്കും. ചേച്ചി സെക്കൻഡ് യൂട്യൂബ് ചാനലിൽ ജാമിദയുടെ പഴയ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നോ? കണ്ടില്ല ഇതുവരെ. ഇല്ല, ജാമിദയുടേത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ആ ചാനൽ ഞാനതൊരു വ്ളോഗാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. മേ ബി ഇതിനകത്തായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇനി അത് സേവ് ചെയ്തോ ഇല്ലെന്നൊക്കെ മോൻ്റെ അടുത്ത് ചോദിക്കണം. ഞങ്ങൾ ഫിജോടത് മാത്രമേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ജാമിദയുടെ സേവ് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. യു വാണ്ട് മോർ? ഐ ക്യാൻ മേക്ക് മോർ വീഡിയോ അഗൻസ്റ്റ് ഹർ, നോ പ്രോബ്ലം അറ്റ് ആൾ. ഷീ ഈസ് ഗിവിങ് മീ കണ്ടന്റ് ബൈ. സോ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് നല്ല സൂപ്പർ സാധനം അങ്ങോട്ട് തരാൻ എനിക്കുണ്ട്. ജാമിദയ്ക്ക് തിരിച്ച് മറുപടികളല്ല കൊടുക്കുക. ജാമിദയ്ക്ക് ഞാനൊരു 8ൻ്റെ പണി ഞാൻ നേർന്നു വെച്ചിട്ടുണ്ട്. അവൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രേറ്റ് പണി ഷെബീനയുടെ വക അവൾക്ക് ഞാൻ നെറ്റിയടി വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് തന്നെ അറിയാം. പഴുത്ത് നല്ലതുപോലെ പൊട്ടാൻ പ്രായമാകുമ്പോൾ നല്ല ഒരു പാര കൊണ്ടുപോയി ഒരു കുത്തുണ്ട്, ആ കുത്തിൽ പൊട്ടും. അവൾ സാധാരണ മുസ്ലിംസിനെ ഊക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. റിയൽ മുസ്ലിം എന്താണെന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. അത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. ബിഗ് ബോസ് ലൈവ് കാണാറുണ്ട്? ഞാൻ ബിഗ് ബോസേ കാണാറില്ല, ഞാൻ നിർത്തി. ഹാപ്പി വിഷു ചേച്ചി, ഐ ലവ് യു വെരി മച്ച്. താങ്ക് യു മനു. വരവ് വെച്ചിരിക്കുന്നത് ഏത് ലവാണ്? ഗബ്രിയും ജാസുവും തമ്മിലുള്ള ലവാണ്? അതോ അർജുനും ശ്രീതും തമ്മിലുള്ള ലവാണ്? അതോ ബിക്കോസും ജാസ്മിനും തമ്മിലുള്ള ലവാണ്? അതോ അഫ്സലും ജാസ്മിനും തമ്മിലുള്ള ലവാണെന്ന് ഡിഫൈൻ ചെയ്യും. ഏത് ലവാണെന്ന് പറഞ്ഞാലേ അത് നടക്കുള്ളൂ. മനു ഒരു ഉമ്മ തരട്ടെ. നീ തന്നോടാ മോനെ, ധൈര്യമായിട്ട് താ. 1 ഉമ്മ 2 ഉമ്മ 3 ഉമ്മയൊക്കെ തന്നോ. പിന്നെ നീ എന്തിൻ്റെ ആപ്പായ ആരെ കൊണ്ട് കെട്ടിക്കും? ഉമ്മച്ചിയെ കൊടുത്തു കളഞ്ഞ. നന്ദനയെ പറ്റി പറയൂ. നന്ദന വേസ്റ്റാ. നന്ദന പെർഫോം ചെയ്യത്തില്ല. ബിക്കോസ് എന്താ പ്രോബ്ലം എന്നറിയാമോ? നിങ്ങൾക്ക് ഇങ്ങനെ സിബിൻ ആപ്റ്റായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സിബിൻ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ റീസൺ, അവനാരും ഭയമില്ല. ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ഭയം അവനുണ്ട്. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതായത് ഇപ്പോൾ ഒരേ സ്വഭാവമുള്ള 2 പേർ തമ്മിൽ അടിച്ചാൽ മറ്റേയാൾ സ്കോർ ചെയ്യും.
അതായത് കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾ സ്കോർ ചെയ്യും. ആ സ്കോറാണ് നിങ്ങൾ അവിടെ കണ്ടത്. മൈൻഡ് ഗെയിം എന്നല്ല, മെന്റലി ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ജാസ്മിനെ കുറച്ചുകൂടെ ടാർഗറ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് സിബിൻ. ഇതേ സാധനം തന്നെയാണ് ജാസ്മിൻ നോറയ്ക്കെതിരെ അടിച്ചുകൊണ്ടിരുന്നത്. ആ സാധനം തിരിച്ചു കിട്ടിയപ്പം ഇടി കിട്ടിയോ? പിന്നെ മുഖം കൊണ്ട് കോക്കറി കാണിക്കുന്ന കേമത്തരമാണെന്ന് വിചാരിച്ചിരുന്ന ഗബ്രിക്കും ജാസ്മിനും നല്ല നെറ്റിയടിയാണ് ഇപ്പം അവിടെയുള്ള ബാക്കിയുള്ളവർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടി പിന്നെ ബിഗ് ബോസ് തരുന്നതല്ല അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ബാക്കിയുള്ളവർക്കൊക്കെ വേറെ രീതിയിൽ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസരത്തിൽ അവർക്ക് ജാസ്മിനോ ഗബ്രിയോ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. ഔട്ട്സൈഡിൽ നിന്ന് വന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദേ ആർ ദ ടോപ്പിക്. അവരെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം. ബാക്കി അതിനകത്തുള്ളവർക്കൊന്നും അത് അറിയത്തില്ല. അതുകൊണ്ടാണ് അവരവരെ കൺസേൺ ചെയ്യാത്തത്. സോ ഇൻ ഫ്യൂച്ചറിൽ വല്ലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാസ്മിൻ ഇപ്പോൾ മിണ്ടിയ അണ്ണാക്കി പിരിവെട്ടും, ഇവൻ തിരിച്ചു പറയും. അതായത് സിബിൻ്റെ അടുത്ത് അവൾ സംസാരിച്ചല്ലോ, നോക്കൂ പറയാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 സ്പെഷ്യൽ കട്ടിങ് ഉണ്ട്. അതിനകത്ത് സിബിൻ അടിച്ചങ്ങിടുന്നുണ്ട് അവളെ. നീ ക്രൂക്കഡാണ്, നീ ക്രിമിനലാണ്, നിനക്ക് അവൻ്റെ സ്പേസ് എടുക്കണം, നിനക്ക് ഗബ്രിയോടുള്ളത് സ്നേഹമല്ല, നിനക്ക് ഗബ്രിയോടുള്ളത് വേറൊരിതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവന് മനസ്സിലായിട്ടുണ്ട്. സോ രണ്ടുപേരും സൂപ്പർ ടാലൻറ്റഡ് ആണ്. നാക്കുകൊണ്ട് അടിച്ച് നിൽക്കാൻ അറിയാവുന്നവരാണ് രണ്ടുപേരും. ഇമോഷണലി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരാണ് സിബിനും ജാസ്മിനും. ഇവർ രണ്ടും ഗുഡ് പ്ലേയേഴ്സാണ്, അടിച്ച് നിൽക്കും. അതിൽ സിബിൻ സ്കോർ ചെയ്യും. കാരണം ഈ പെണ്ണൊരു പൊട്ടിയാണ്, മന്ദബുദ്ധിയാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ചേച്ചി ബിബിയിലേക്ക് പോകുമോ? പോയി കഴിഞ്ഞാൽ നിങ്ങൾ സിമ്മൻ ചേച്ചി സൂപ്പർ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടുപേരുടെ പ്രണയ നില എന്നെ വിട്ടാൽ ഞാൻ പോയിരുന്നു നോക്കാം സ്ക്രീൻ. രണ്ടും കൂടെ എന്ത് ചെയ്യണമെന്ന് കാണാമായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ മോഹൻലാലെ നീ വിചാരിച്ച് ചെഫീനത ഇവിടെ ഇരുന്നുകൊണ്ട് നിന്നെ പച്ചയ്ക്ക് പറയും. പച്ചയ്ക്ക് എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് ഞാൻ. ജാസ്മിൻ ഗബ്രിയെ വിട്ടാൽ നല്ലൊരു പ്ലെയർ ആവും. ജാസ്മിന് ഗബ്രിയെ വിടാനൊക്കത്തില്ല. കാരണം അവൾ ഉദ്ദേശിച്ച സ്ട്രാറ്റജി അതാണ്. അവൾ എല്ലാവരോടും ഡോമിനേറ്റിംഗ് ആയിട്ട് പെരുമാറും, എല്ലാവരോടും ശത്രുതാപരമായി പെരുമാറും, അസൂയ കൊണ്ട് പലരിടത്തും ഒച്ചയിടും. അപ്പോൾ അവൾക്ക് കൂട്ട് ഒരാളെങ്കിലും അവിടെ വേണം. അതാണ് ഗബ്രി. കഴിഞ്ഞ ഒരാഴ്ച ഗബ്രിയെ അകറ്റാൻ അവൾ ശ്രമിക്കുന്നതിൻ്റെ പോരായ്മ കൊണ്ടാണ് അവൾക്ക് സൈലൻ്റ് ആകേണ്ടി വന്നത്. ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ പഴമാണ്. ചേച്ചിൻ്റെ ഫേവർ അത് ഞാൻ നിരോധിച്ച ചോദ്യമാണ്. സീരിയസ്ലി ചേച്ചിയെ ബിഗ് ബോസ് റിവ്യൂ സൂപ്പറാണ്. ഐ ലൈക്ക് ദ വേ യു ആർ സേയിങ് എവറിത്തിങ് സ്ട്രൈറ്റ് ഫോർവേഡ്. പിന്നെ അല്ലാണ്ട് ഇതിനെപ്പോൾ രഹസ്യമായിട്ട് വയ്ക്കുന്ന ആരെ പേടിക്കാതിരിക്കുന്നു? വാട്ട് ഈസ് ദിസ്? നമുക്കുള്ള കാര്യം പറഞ്ഞാൽ പോരെ. ഇന്ന് ലൈവ് ഇല്ല, ഇന്നില്ലേ? അയ്യോ അതെന്ത് പറ്റി? തീർന്നോ? ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ്. ചിലപ്പോൾ രാത്രി എങ്ങനെ എന്തെങ്കിലും ഇട്ടാലി ഇട്, നമുക്ക് നോക്കാം. അർജുൻ ശ്രീതുവിനെ ലവ് ആണോ? അല്ല. എങ്കൊക്കെ യാരെയും ഭയപ്പെടാ മാട്ടാ. ഓ ലാമ എന്തുവാടി തമിഴൊക്കെ എഴുതി വെക്കണേ, ഒന്നും പുറിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ട വിഷയം. ഞാൻ അത്ര സ്പീഡിൽ ഇത് കാര്യം പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റക്കഡാണ്. എന്ത് തന്നെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ ലൈഫ് നഷ്ടപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഹാപ്പൻ ഈസ് ഹാപ്പൻ. അവർക്ക് കിട്ടേണ്ട പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അവൾ റിക്കവർ ചെയ്ത് വരട്ടെ എന്നുള്ളതാണ്. അവിടത്തേക്ക് ഇങ്ങനെ ചേച്ചി തമിഴ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തമിഴിലൊരു ചാനലുണ്ട് കുട്ടി. അപ്പം ഞാൻ ഇതിനകത്ത് ഇതിട്ടാൽ അതിൽ നോട്ടിഫിക്കേഷൻ പോകും. ബിക്കോസ് ഞാൻ ഇതിൻ്റെ ലിങ്ക് അതിനകത്തൊക്കെ കൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്തത് അത് സബ്സ്ക്രൈബ് എല്ലാം കൂടെ മിക്സപ്പ് ആവും. തമിഴിൽ എനിക്ക് ചാനലുണ്ട്, അതുകൊണ്ടാണ്. വിഷു കൈനീട്ടമായിട്ട് സിജോയ് ബിഗ് ബോസിൽ ഇടുമോ? ചാൻസ് ഇല്ല. കാരണം അവൻ്റെ ഇനി ഒരു വീക്കും കൂടെ കഴിഞ്ഞാലേ അവൻ റിക്കവർ ആവുള്ളൂ. പക്ഷേ ഇനി സിജോയെ കൊണ്ട് വിടാതിരിക്കുന്നതാണ് നല്ലത്. സിജോ വിൽ കം ബാക്ക്. കാരണം അവനിക്കും താല്പര്യമുണ്ട്. ചേച്ചി തമിഴ് ചാനൽ നെയിം എന്താ? പ്ലീസ് ടെൽ. അത് ഇപ്പം പറയാനൊക്കത്തില്ല, സോറി. അതൊരു സീക്രട്ടീവ് ചാനലാണ്. ടാങ്കോ പോലുള്ളൊരു ആപ്പാണ്. ഡോണ്ട് ഡിസ്റ്റർബ്. അത് വേറെ ലെവൽ ഓഫ് സംഗതിയാണ്. നിങ്ങളതിപ്പോൾ കാണണ്ട. അതുൽ വ്ളോഗ്സ് ഒക്കെ ജാസ്മിനെ പറയുന്നത് കൂടുതലല്ലേ? ഞാനതിൽ കാണാറില്ല. ഞാൻ ആ ചാനൽ കാണാറില്ല. അതുൽ വ്ളോഗ്സിനെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത ചാനലാണ്. ഐ ആം നോട്ട് ലുക്കിങ്. അതുൽ പിന്നെ കടപ്പുറം കരിവാട്, കടപ്പുറം വെടി, മറ്റേ ഉണ്ടച്ചി വെടി, പിന്നെ ഇവിടുത്തെ ആലപ്പുഴ ബോട്ട് ചട്ടി, ഇതിനെയൊന്നും ഞാൻ കാണത്തില്ല. ഇവരെയൊന്നും ഞാൻ കാണാൻ പോകാറില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ ആരെങ്കിലുമൊക്കെ നല്ല കട്ട് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് എല്ലൊക്കെ ഇട്ട് തന്നെ തിരികെ നോക്കും. ചിലപ്പോൾ മൂടുണ്ടെങ്കിൽ നോക്കി, ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ അറിയും. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഓൺ വേസ്റ്റ് തിങ്സ്. ഇതൊക്കെ വെറും വെടിക്കേസ്, വാണക്കേസുകൾ. ഇതിനൊക്കെ ആര് പോയി നോക്കുന്നത്? ഹാപ്പി വിഷു അമ്മ, ഹാപ്പി വിഷു. ചേച്ചി ഡോണ്ട് ടെൽ തമിഴ് ചാനൽ നൈം.
அது நம்ம சீக்ரெட். கரெக்டான, அது நம்ம சீக்ரெட். அதெல்லாம் சொல்லக்கூடாது, அதெல்லாம் சொல்ல முடியாது. அங்கே നടக்கிறதே വേറെ, അங்கே എനമേ വേറെ. അവിടെ നമ്മളെ റിയൽ രാഷ്ട്രീയം വെളിയിലാണ്. ആ രാഷ്ട്രീയം നിങ്ങൾ അറിയാൻ എനിക്ക് ആവശ്യമില്ല. ബിക്കോസ് ഇവിടുത്തെ രാഷ്ട്രീയമല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വേറെയാണ്, തമിഴ്നാട്ടിലെ സിനിമ വേറെയാണ്, അവിടുത്തെ എല്ലാ സ്ട്രാറ്റജിയും വേറെയാണ്. സോ അതും ഇതും കൂടെ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഏറിപ്പോവും. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. ചേച്ചി, ജാസ്മിനെ നേരിട്ട് കണ്ടാൽ എന്തു ചെയ്യും? പിന്നെ ചേച്ചി മുസ്ലിമാണോ? ഞാൻ മനുഷ്യ സ്ത്രീയാണ്. ജാസ്മിനെ നേരിട്ട് കണ്ടാൽ എന്തോ നീയായിരിക്കുന്നത്? ഞാൻ നോക്കും, അവളും നോക്കും, വേറെ എന്തോ നീ. ജാസ്മിൻ ആൻഡ് ഗബ്രി ഡെൻ റൂമിൽ വരാൻ കാത്തിരിക്കുന്നവരാകും. അവിടെ ഒറ്റ ബെഡാണ്. ഓ, അങ്ങനെയാണോ? റോക്കിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതൊരു കോമഡി പീസല്ലേ? കോമഡി പീസാണ് റോക്കി, വേറെന്താണ്? കോമഡി പീസ് കൊള്ള ഇടിയും വെച്ച കേസുണ്ട്, അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കേസ് അവന് ഇരിക്കട്ട്, വേണം കേസിന് അവന് ഇരിക്കട്ട്. അവന് നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അത്യാവശ്യം ജയിൽ ശിക്ഷയും ഉണ്ടാവും. ജാസ്മിൻ ഇറങ്ങിയാൽ താത്തയുടെ ചാനൽ പൂട്ടിക്കും. മാമണക്ക് മഞ്ഞിമാഞ്ഞ സ്വന്തം ചാനൽ പൂട്ടാതെ നോക്കിക്കോട്ടെ. ചേച്ചി, നെക്സ്റ്റ് ബിഗ് ബോസ് തമിഴ് റിവ്യൂ ചെയ്യുമോ ഈ ചാനലിൽ? പ്ലാനിങ് ഉണ്ട്. നെക്സ്റ്റ് ബിഗ് ബോസ് ഇവിടെയുള്ളവർക്ക് ഇവിടെ എത്തത് കാണാനാണ് താല്പര്യം, അങ്ങനെയല്ലേ? അത് കഴിഞ്ഞല്ലേ ഇത് വരുന്നത്. ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ് ബിഗ് ബോസ്. ഐ ആം അഡിക്റ്റഡ് ടു ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമുള്ള സാധനമാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സൂപ്പറായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഗുഡ്, മാർവലസ്, സ്പീച്ച്ലെസ്, റെഡിക്കുലസ്, സൂപ്പറാണെന്നാണ് പറഞ്ഞിട്ട്. എൻ്റെ കഴിഞ്ഞ തവണത്തെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ ഞാൻ അത് ഓക്കെ, ഐ ആം ഡൺ. ചെയ്യാം. എപ്പോഴേ പവർ റൂം പൊളിയായിരുന്നല്ലോ, എന്താണ് അഭിപ്രായം? ഒരു മനുഷ്യരും ഇല്ല. എന്തൊക്കെയാണ് അതിൽ? അപ്സര കയറിയതാണ് പ്രശ്നമെന്ന് തോന്നുന്നു. അപ്സര ഇല്ലായിരുന്നെങ്കിൽ, പക്ഷെ അതിനകത്തുള്ളവരെല്ലാം ഷോക്കഡാണ്. എല്ലാവരും തനിച്ചായതുപോലെ, ഒറ്റപ്പെട്ടതുപോലെ, ഒരു രസം ഇല്ലാണ്ട്. കഴിഞ്ഞ ആഴ്ച മുഴുക്ക റോങ് ആയിരുന്നു. അന്നേ ആർക്കും ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുതിയ കുറേ പേര് വരുന്നു. പുതിയ വന്നവരൊക്കെ തന്നെ പവർ റൂമിനെ ഇഗ്നോർ ചെയ്യുന്നു, പ്രത്യേകിച്ച് ക്യാപ്റ്റനെ എടുത്തിട്ട് ഊക്കുന്നു. സോ ഈ പവർ റൂമിന് ക്യാപ്റ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാപ്റ്റനുമായിട്ടൊരു അകൽച്ച ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നു. സോ ഓൾ ടോട്ടൽ ഒരു വേസ്റ്റ് വീക്കായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേച്ചി, സെബിൻ ആൻഡ് ജാസ്മിൻ്റെ ഇഷ്യൂവിൽ ആരുടെ കൂടെയാണ്? ഓഫ്കോഴ്സ് സെബിൻ്റെ കൂടെ. സെബിൻ ഈസ് ടു ഗുഡ്, ഡാം ഗുഡ്, സൂപ്പർ അല്ല അവൻ, അവൻ്റെ കൂടെ തന്നെയാണ്. പ്ലീസ് ഡു ബ്ലാക്ക് മാജിക്. എനിക്കിപ്പോൾ വയ്യ. ബിഗ് ബോസ് കേസിൽ പെടുമ്പോൾ ബിഗ് ബോസിന് കേസ് വരത്തില്ല. അത് ഇങ്ങനെ ആക്കിയതാണെങ്കിലും ബിഗ് ബോസിന് കേസ് വരത്തില്ല. പക്ഷെ ആ പറയുന്ന വ്യക്തിക്ക് കേസ് വരും, റോക്കിക്ക് കേസ് വരും. ബിഗ് ബോസിന് എന്ത് കേസ് വരാൻ? ഇതിലൊക്കെ ഒപ്പിടിപ്പിച്ചിട്ടില്ല അതിനകത്ത് കൊണ്ടാക്കുന്നത്. അതിനകത്തൊന്നുമില്ല. അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് വന്നാലോ, അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലോ മാത്രം അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കൊരു ചോദ്യം വരും. അപ്പോൾ ഇത് ഇവർക്ക് പെട്ടെന്ന് വിലക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ആ വ്യൂ അത് അങ്ങനെ തന്നെയല്ലേ. ശ്രീധുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാമേ. ഇന്ന് ഒരുപാട് നേരം ഇരുന്നു എന്ന് തോന്നുന്നു, ഐ എം സോറി. നാളെ കാണാം വീണ്ടും പുതിയ റിവ്യൂമായിട്ട്. ഹാപ്പി വിഷു. പോയി ഉറങ്ങിക്കൂടെ? പറ്റൂല. നീ ഇനി ഇത് പറഞ്ഞാൽ ഞാൻ അരമണിക്കൂർ കൂടുതൽ ജയിച്ചു പോന്നാറി. ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടി പോയോ? ഇത്തിരി കൂട്ടി തേച്ചതാ. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. കഴിഞ്ഞ സീസണിൽ ശോഭയെ പോലെ ഒരു ലേഡി കണ്ടസ്റ്റൻറ്റിന് സീസണിൽ ഇല്ല. എല്ലാവരും പാഴുക്കളാണ്. കറക്റ്റാണ്, ശരിയാണ്. എല്ലാവരും പഴുക്കളാണ്. സായി അണ്ണനെ ബിഗ് ബോസ് എപ്പിസോഡ് സ്ക്രീൻഷോട്ട് സ്പേസ് പോലുമില്ല. സായി അണ്ണനെ ബിഗ് ബോസ് എപ്പിസോഡിൽ സ്ക്രീൻഷോട്ട് സ്പേസ് പോലുമില്ല. അവൻ വിചാരിക്കുന്നത് അവൻ പിന്നെ ജയിലിലേക്ക് പോയ ഉടനെ തന്നെ അവനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തെന്നും അവന് കുറച്ച് ഇതിനെക്കാട്ടി ഒരു വാഴ പെണ്ണുമ്പുളിയാണ് കേട്ടോ അവൻ്റെ. അവളിരുന്ന് പറയുന്ന കേട്ടില്ലേ, സായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുത്തണ്ണനും കൂടെ ഇരിപ്പുണ്ട്. കുത്തണ്ണനും വാഴച്ചിയും കൂടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ സായി ജയിലിൽ പോയെന്ന്. ഉടനെ പോവുകടി, അങ്ങേര് ഇൻഡാസ് തയ്യാറാക്കുന്നുണ്ട്. ഉടനെ ജയിലിൽ പോവും. ഗൂഢാലോചനയും ബാക്കിയുള്ള സുനാഫിക്കേഷനും ഉടനെ ജയിലിൽ പോവും. അനക്ക് റിയൽ ജയിലിൽ അവനെ കൊണ്ടിടാം കേട്ടോ, ഉണ്ട വിഴുങ്ങ അവനക്ക്. ഇങ്ങനൊരു വാഴച്ചിയും വാഴയും രണ്ടും കണക്ക്. കാറുവാഴയും കാറുവാഴച്ചിയും. അതും കാറിനകത്ത് കയറിയിരുന്ന കൊക്കോ പറയണത്. ഇനി ഉത്ത പറയണമെന്ന് പറഞ്ഞാൽ 12 പട്ടിയുണ്ടെന്ന്. ഇവളുടെ ചായയും എല്ലാം കൂടെ ചേർത്തായിരിക്കും 12. ജാൻമണി ശരിക്കും നോറയെ തുപ്പിയോ? ഷീ ഡിഡ് ഇറ്റ്. ഷീ അക്സെപ്റ്റഡ്. ചെയ്തിട്ടുണ്ട് അവൾ. അവർ ചെയ്യും. ദേ ആർ ലൈക്ക് ദാറ്റ് ഓൺലി. അവരുടെ കാറ്റഗറി അതാണെന്ന്. നോറ ഒരിക്കലും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വക്താവേ ആകരുത്. ജാൻമണി. കാരണം
ആ കമ്മ്യൂണിറ്റിയെ ആളുകൾ വെറുത്തു പോകും. ദാറ്റ് മച്ച് അരഗൻ്റാണ് ആ സ്ത്രീ. ഭയങ്കര അരഗൻസ് ആണ്. ഐ വിൽ ഫിനിഷ് യുവർ. മറ്റൊരാളെ അങ്ങ് തീർക്കണമെന്ന് ചിന്തിക്കുന്നത് എന്തൊരു വൃത്തികെട്ട തോന്നലാണെന്നേ. അതെന്തൊരു ചിന്താധാരയാണ്. ഈ മഞ്ഞക്കാടല്ല, റെഡ് കാർഡാണ് ആ തള്ളച്ചിക്ക് കാണിക്കേണ്ടത്. എന്തു അവിടെ കിടന്ന് കാണിക്കുന്നേ? പെണ്ണ് വേഷം കെട്ടിക്കൊണ്ട് നടക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ഷൻ കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നുന്നു. നാളെ ലാലേട്ടൻ തുപ്പിയതിനെ കുറിച്ച് വീഡിയോ പ്ലേ ചെയ്യുമോ? അത് ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, അവൾ ഏറ്റല്ലോ, അവൾ ചെയ്തെന്ന് ഏറ്റല്ലോ. പിന്നെ ഇനി അതിനകത്ത് ചാൻസ് കുറവാണ്. അൻസിബ അപ്സര പ്രശ്നത്തിൽ ആരുടെ കൂടെയാണ്? രണ്ടുപേരുടെയും കൂടെയല്ല. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. രണ്ടും രണ്ട് തരത്തിലുള്ള വാഴകൾ. ജാസ്മിൻ അഹങ്കാരി, ഭയങ്കര അഹങ്കാരി. ലാസ്റ്റ് സീസണിൽ നാദിറ വാസ് സൂപ്പർ ആയിരുന്നു, ടൂ ഗുഡ് ആയിരുന്നു. എന്നാൽ തഗ് അതായിരുന്നു ഇമ്പ്രസീവ് ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. രഞ്ജിത്ത് ഒന്ന് വലിയ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു പഴം എടുക്കട്ടെ സാറേ തിന്നാനെന്ന്. എന്നാലും ജാസ്മിൻ അത്ര വൃത്തികേടില്ല. ജാൻമണിക്ക് കേരളത്തിൽ എന്തോ വലിയ ഹോൾഡ് ഉണ്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. അതാണ് ഗുണ്ടാമണി. കറക്റ്റ്. അൻസിബ സൂപ്പറാണ്, കാണാനൊക്കെ സൂപ്പറാണ്, പക്ഷെ സ്വഭാവം റാക്കറ്റാണത്, വെറും റാക്കറ്റ്. നാദിറ ലാസ്റ്റ് സീസണിൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി കൊടുത്ത പേര് ജാൻമണി കളഞ്ഞു പുളിച്ചു. അതാണ് സത്യം, അതാണ് കറക്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കെല്ലാം ശരിയായ ധാരണയിലേക്ക് ജാൻമണി കൊണ്ടെത്തിച്ചു കൊടുത്തു. ആൻഡ് ഇവർ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ദോഷമായ ഒരു കാര്യമാണ് ഇവരെല്ലാവരും കൂടെ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ചേച്ചിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? താങ്ക് യു എന്ന് പറയും. പോരെ? അപ്പം ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. മോനെ.